ദുഃഖത്തിന്റെ ആറാപ്പുമേറ്റിക്കൊണ്ട് കണ്ണീരിൻ കടലിടുക്കി നീന്തി ഞാൻ കാണാത്ത ദൂരത്താൻ തീരം തേടിയെത്തിക്കുമോ സർവാധിനാഥനായ റബ്ബേ, സർവാധിനാഥനായ റബ്ബേ. തീരാത്ത ദുഃഖത്തിന്റെ മാറാപ്പുമേന്തിക്കൊണ്ട് കണ്ണീരിൻ കടലിടുക്കി നീന്തി ഞാൻ കാണാത്ത ദൂരത്താൻ തീരം തേടിയെത്തിക്കുമോ സർവാധിനാഥനായ റബ്ബേ, സർവാധിനാഥനായ റബ്ബേ. തീരാത്ത ദുഃഖത്തിന്റെ മാറാപ്പുമേന്തിക്കൊണ്ട് കണ്ണീരിൻ കടലിടുക്കി നീന്തി ഞാൻ കാണാത്ത ദൂരത്താൻ തീരം തേടിയെത്തിക്കുമോ സർവാധിനാഥനായ റബ്ബേ, സർവാധിനാഥനായ റബ്ബേ. അല്പം മണ്ണും വെള്ളവും ചേർത്തൊരുക്കി പടച്ച ഭൂമിയതേ വായും വെളിച്ചവും നീ നൽകി. അല്പം മണ്ണും വെള്ളവും ചേർത്തൊരുക്കി പടച്ച ഭൂമിയതേ വായും വെളിച്ചവും നീ നൽകി. സർവജീവജാലങ്ങളിൽ നൽകി ഹയാത്തും മൗത്തും, സർവജീവജാലങ്ങളിൽ നൽകി ഹയാത്തും മൗത്തും കടിച്ചു വെച്ചു തന്ന് റബ്ബനാ, കടിച്ചു വെച്ചു തന്ന് റബ്ബനാ. തീരാത്ത ദുഃഖത്തിന്റെ മാറാപ്പുമേന്തിക്കൊണ്ട് കണ്ണീരിൻ കടലിടുക്കി നീന്തി ഞാൻ കാണാത്ത ദൂരത്താൻ തീരം തേടിയെത്തിക്കുമോ സർവാധിനാഥനായ റബ്ബേ, സർവാധിനാഥനായ റബ്ബേ. കണ്ണില്ലാതെ കാണുന്നാനെ, കാതില്ലാതെ കേൾക്കുന്നാനെ, എന്റെ വിളിക്കുത്തരം നീ തായ. കണ്ണില്ലാതെ കാണുന്നാനെ, കാതില്ലാതെ കേൾക്കുന്നാനെ, എന്റെ വിളിക്കുത്തരം നീ തായ. ഈ കൊച്ചു ദ്വീപിൽപ്പെട്ട തീ തിന്നും ജീവിതമാ, ഈ കൊച്ചു ദ്വീപിൽപ്പെട്ട തീ തിന്നും ജീവിതമാ കാലം കഴിച്ചിടുന്നു റബ്ബനാ, കാലം കഴിച്ചിടുന്നു റബ്ബനാ. തീരാത്ത ദുഃഖത്തിന്റെ മാറാപ്പുമേന്തിക്കൊണ്ട് കണ്ണീരിൻ കടലിടുക്കി നീന്തി ഞാൻ കാണാത്ത ദൂരത്താൻ തീരം തേടിയെത്തിക്കുമോ സർവാധിനാഥനായ റബ്ബേ, സർവാധിനാഥനായ റബ്ബേ. തീരാത്ത ദുഃഖത്തിന്റെ മാറാപ്പുമേന്തിക്കൊണ്ട് കണ്ണീരിൻ കടലിടുക്കി നീന്തി ഞാൻ കാണാത്ത ദൂരത്താൻ തീരം തേടിയെത്തിക്കുമോ സർവാധിനാഥനായ റബ്ബനാ, സർവാധിനാഥനായ റബ്ബനാ, സർവാധിനാഥനായ റബ്ബേ. بسم الله العظيم القدرة والشان
شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان ولا حول ولا قوة إلا بالله عليه المنان إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا سيدنا يا حبيب الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين صدق الله وقال رسولنا وقائدنا وأسوتنا محمد المصطفى صلى الله عليه وسلم صنفان من أهل النار لم أراهما قوم معهم سيات كأذناب البقر يضربون بها الناس قال رسول الله മലകൊന്നതാ നിൽക്കുന്നോറാ മുന്നിലേ എത്തുന്നതാ ശബ്ദങ്ങളെല്ലാം തന്നിലേ മലകൊന്നതാ നിൽക്കുന്നോറാ മുന്നിലേ എത്തുന്നതാ ശബ്ദങ്ങളെല്ലാം തന്നിലേ ആരോ സ്വലാത്തൊന്നിവിടെ നിന്നോ ചൊല്ലിയാൽ മലക്കപ്പോഴേ കേൾക്കുന്നതാണേ ശ്രദ്ധയായി തിരുമുസ്തഫ നബിയെ വിളിച്ച് മലക്കുടൻ പറയും സ്വലാത്തത ചൊല്ലി ഇന്നാലിന്നവൻ ഉമ്മത്ത് സയ്യിദന മൗലാന മുഹമ്മദ്. ഏറ്റവും സ്നേഹാദരങ്ങൾ നിറഞ്ഞ ഈ മഹത്തായ സദസ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഈ സദസ്സിനോട് തൽക്കാലം വേർപിരിഞ്ഞു പോയ പാണക്കാട് സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ, ഈ മഹത്തായ സദസ്സിന്റെ അധ്യക്ഷൻ, ഈ മഹത്തായ സദസ്സിന് സ്വാഗതം പറഞ്ഞ സദഖത്തുള്ള മുസ്ലിയാർ, ചെറുപ്പകാലഘട്ടം മുതൽ ദീനിനും നാടിനും നാട്ടാർക്കും മക്കൾക്കും വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ സായം സത്യയെ അള്ളാഹുവിന് അർപ്പിച്ചവന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന നല്ലവരായ കാരണവന്മാരെ, ഏതൊരു നാടിന്റെയും പ്രസ്ഥാനത്തിന്റെയും പ്രത്യേകിച്ച് അൽസലാമ വാട്സപ്പ് ഗ്രൂപ്പിന്റെ എന്റെ യുവ സുഹൃത്തുക്കളെ, ക്ഷമയുടെയും സഹനത്തിന്റെയും പ്രതീകങ്ങളായ ലോകം എന്ന് വാഴ്ത്തപ്പെടുന്ന സ്നേഹിക്കേണ്ടവരും സ്നേഹിക്കപ്പെടേണ്ടവരും സ്നേഹിക്കപ്പെടുന്നവരുമായ എന്റെ ഉമ്മപെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സമുദായത്തിൽപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇസ്ലാമിന്റെ 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് അൽസലാമ ലൈവ് ക്ലാസ് റൂമിലൂടെ ഈ മഹത്തായ സദസ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെയും ഈ മഹത്തായ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
പരമകാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം അവന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഗതകാല ജീവിതത്തിൽ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അവന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ശാരീരികമായി മാനസികമായി പല പ്രയാസം അനുഭവിച്ച് പല ആശുപത്രിയിലും അഡ്മിറ്റായി കിടക്കുന്നവരുണ്ട്. ജഗനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ സ്നേഹനിധികളായ ഉപ്പമാർ, ഉമ്മമാർ, സഹോദര സഹോദരിമാർ, പിഞ്ചോമന മക്കൾ, സർവോപരി മജ്ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചാനയിച്ച ഉസ്താദന്മാർ, ജീവിത പ്രതിസന്ധിയിൽ സഹായിച്ചവർ, സഹകരിച്ചവർ, ഭക്ഷണം തന്നവർ, എല്ലാവരുടെയും മണ്ണറകളെ അല്ലാഹു മണിയറയായി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. ഈ മഹത്തായ സദസ്സിലേക്ക് ചെറുതും വലുതുമായി സംഭാവന ചെയ്തവർ, അതുപോലെ ഈ സദസ്സിലേക്ക് സഹായിച്ചവർ, സഹകരിച്ചവർ, എല്ലാവരുടെയും സദുദ്യമങ്ങളെ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അൽസലാമ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അറക്കൽ പുറായ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ ഇസ്ലാമിക ചരിത്ര കഥാപ്രസംഗ വേളയിലെ അവസാനത്തെ ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഇസ്ലാമിക ചരിത്ര കഥാപ്രസംഗ വേളയിലെ മുഖ്യമായ ഒരു ചരിത്രം തീച്ചോളയിൽ വാടാത്ത പുഷ്പം എന്ന വിഷയത്തെ ആസ്പദമാക്കി 2 ദിവസം ചർച്ച ചെയ്ത് പിരിഞ്ഞവരാണ് നമ്മൾ. നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ പോലെ കഥാപ്രസംഗം എന്ന് പറഞ്ഞാല് ഈ ഒരു തലമുറക്ക് ചെറുപ്പേ ഒരുപക്ഷെ അതിനെ കുറിച്ച് അറിഞ്ഞോണമെന്നില്ല. ആദ്യകാലത്തൊക്കെ നമ്മുടെ സഹാബ കിറാം അനുഭവിച്ച ത്യാഗസ്മരണകള് കഥാപ്രസംഗ രൂപേണ ഓരോ ഭാഗത്ത് അവതരിപ്പിക്കുമ്പോൾ അതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി കിലോമീറ്ററുകൾ താണ്ടി നടന്ന സാഹചര്യങ്ങളാണ് പണ്ടുകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇട്ടാവട്ടത്ത് ചുറ്റുവട്ടത്ത് ഒരു വിളിനാദം പോലെ കേൾക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചപ്പോ സത്യത്തിൽ എനിക്ക് വലിയൊരു സങ്കടമുണ്ട്. ഞാൻ 2 ദിവസം നിങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചില്ല എന്നുള്ളേ ഉള്ളൂ. ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് എനിക്കറിയാം, ഒരുപാട് വീടുകളുള്ള, ഒരുപാട് ആളുകളുള്ള നാടാണ്. പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഞാൻ കണ്ട അതേ മുഖങ്ങളെ മാത്രമാണ് 3ാമത്തെ ദിവസമായി ഇന്നും ഞാൻ കാണുന്നത്. ഈ മഹത്തായ സദസ്സിലേക്ക് ഈ പരിപാടി ഉണ്ട് എന്നറിഞ്ഞിട്ട് പോലും ഈ ഒരു സദസ്സിലേക്ക് പങ്കെടുക്കാതെ എത്രയോ ആളുകൾ ഇന്നും വീട്ടിലിരിക്കുന്നുണ്ട്. എനിക്കറിയാം ഒരുപാട് സഹോദരന്മാർ ഈ സദസ്സിലേക്ക് വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവർക്കൊക്കെ അർഹിക്കുന്ന പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. പണ്ട് ഞങ്ങളുടെ നാട്ടില് ഡോക്ടർ എം ബഷീർ മൗലവി ഒരു കാലത്തെ ഇതിഹാസമായിരുന്ന പ്രഭാഷകനാണ്. കാഞ്ഞിരപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രഭാഷണത്തിന് വേണ്ടി വന്നപ്പോ ഒരുപാട് സഹോദരിമാരുണ്ട്. പക്ഷേ സദസ്സിലേക്ക് മുമ്പിലേക്ക് നോക്കുമ്പോൾ കുറച്ച് കുട്ടികളെ മാത്രമാണ് കാണുന്നത്. ആ സമയത്ത് ഡോക്ടർ എം ബഷീർ മൗലവി പറഞ്ഞ ഒരു സംഭവം ഞാൻ ഒന്ന് ഓർത്തു പോവുകയാണ്. കിലോമീറ്ററുകൾ താണ്ടി കല്ലൂരിനടുത്ത് നിന്ന് മൂപ്പർ വളരെ സാഹസപ്പെട്ടുകൊണ്ട് മതപ്രഭാഷണത്തിന് വേണ്ടി വന്നപ്പോ എത്രയോ ആളുകള് സുഖനിദ്രയിലേക്ക്, ഉറക്കത്തിലേക്ക് വഴുതി വീണു. അങ്ങനെ ഒരു പ്രഭാഷണ കല ആ മഹത്തായ മഹലിൽ അരങ്ങേറുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആ പരിപാടിയിലേക്ക് വരാത്തതിന്റെ അമർഷം മൂപ്പര് തീർത്തത് ഈ മഹലിൽ മുഴുവനും എത്തീം കുട്ടികളാണല്ലേ എന്നാ ചോദിച്ചത്. ഈ നാട്ടിൽ മുഴുവനും എത്തീം കുട്ടികളാണല്ലേ, ഒരുപാട് കുട്ടികളുണ്ട്, ഇവർക്കൊന്നും വാപ്പയില്ലേ എന്ന് ചോദിച്ചു. സത്യത്തിൽ അതിന്റെ പൊരുളറിഞ്ഞപ്പോ ഏതൊരു മനുഷ്യന്റെയും മനസ്സിന്റെ മനോനുഗ്രത്തിൽ ചിന്തിക്കുന്നവനക്കാണെങ്കിൽ ചിന്തിക്കാം, ഇസ്ലാമിന്റെ ചരിത്ര കഥാപ്രസംഗമായാലും മതപ്രഭാഷണ വേളയായാലും അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ സഹാബ കിറാമും അനുഭവിച്ച ത്യാഗസ്മരണകൾ ഇവിടെ അയവർക്കുമ്പോ എത്രയോ കോടാനുകോടി മലക്കുകൾ ഈ സദസ്സിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ വെച്ചൊരു സലാത്ത് ഓതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫാത്തിഹ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വളരെ ഭയഭക്തിയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ കടന്നു പോകുന്നത്. നമുക്കറിയാം, മനസ്സിന് സമാധാനമില്ലാതെ എവിടേക്ക് എങ്ങേക്ക് പോകണമെന്നുള്ള ചിന്തയിലൂടെയാണ് ഇന്ന് ഉമ്മത്താവുന്ന നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ കിട്ടാവുന്ന നല്ല ഒരു മാർഗം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കൂടുന്ന സദസ്സിലേക്ക് ഒരുപക്ഷെ നമ്മൾ വരാതിരിഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് ബലാ മുസീബത്തുകളെ തട്ടിമാറ്റാൻ ഇന്ന് പ്രാർത്ഥന കൊണ്ട് കഴിയും. കാരണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 40 ആള് കൂടുന്നിടത്ത് അവിടെ ഒരു ഔലിയയുണ്ട്. അതുപോലെ ഒരു കുഞ്ഞുമക്കൾ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി വളരെ സഹനത്തോടുകൂടി സന്തോഷത്തോടുകൂടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആ മനുഷ്യന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്നാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇസ്ലാമിക ചരിത്ര കഥാപ്രസംഗ വേളയിലെ നല്ല ഒരു വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ചരിത്രം പറയുമ്പോൾ ഇതിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിലേക്ക് ഇന്നലെയും മെലിഞ്ഞാന്നും ഇന്നുമായി വളരെ പ്രയാസപ്പെട്ടിട്ട് പോലും വന്നിട്ട് പോയ എന്റെ യുവ സുഹൃത്തുക്കൾ, അള്ളാഹു അവർക്കൊക്കെ അർഹിക്കുന്ന പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. വാർദ്ധക്യമെല്ലാം മറന്നുകൊണ്ട് ഒരുപാട് കാരണവന്മാർ ഇന്നലെ കണ്ട ഒരുപാട് മുഖങ്ങൾ ഇന്നും ഞാൻ കാണുകയാണ്. രാജാതിരാജനായ അള്ളാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് അവർക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടുകൂടി, സാധാരണ ഇന്നലെയും മിനിഞ്ഞാന്നും പറഞ്ഞതുപോലെ ആമുഖത്തിലേക്കൊന്നും കിടക്കുന്നില്ല. കാരണം തീച്ചൂളയിൽ വാടാത്ത പുഷ്പം എന്ന് പറയുന്ന വിശാലമായ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. മാത്രമല്ല ഇന്ന് നമുക്ക് ദുആക്ക് നേതൃത്വം നൽകാൻ KTM ദാരിമി കുമ്മണ്ണ ഉസ്താദും ഏകദേശം 10 മണിയോടുകൂടി സദസ്സിലേക്ക് വരുമ്പോൾ അതോടുകൂടി നമ്മുടെ പരിപാടി ഇവിടെ ഇന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ മനസാന്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടുകൂടി തീച്ചൂളയിൽ വാടാത്ത പുഷ്പം എന്ന വിഷയത്തിന്റെ 3ാം ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയും, പുതുമുഖ ശ്രോതാക്കൾക്ക് കഥ ഇതുവരെ വിശാലമായ പ്രദേശമാണ് ശ്യാം. കൻആൻ എന്ന് പറയുന്ന ദുഷ്ടനായ നികിഷ്ടനായ രാജാവ് ഭരണം നടത്തുമ്പോ അദ്ദേഹത്തിന് ഒരു സന്താനം ഉണ്ടാവുകയും ആ സന്താനം കൊണ്ട് തന്നെ തന്റെ അന്ത്യം എന്ന സ്വപ്ന വ്യാഖ്യാനക്കാര് പറഞ്ഞപ്പോ നൈൽ നദിയിൽ കൊണ്ടുപോയി ഇട്ടു നമ്മൾ പറഞ്ഞ വിഷയമാണ്. അള്ളാഹുവിന്റെ വളരെയേറെ തൗഫീഖോടുകൂടി അതാ നമ്രൂദ് എന്ന് പറയുന്ന പുത്രൻ സ്വന്തം പിതാവിനെ കൊന്നിട്ട് ആ ഭരണത്തിന്റെ ചക്രം കൈകളിലാക്കിയിട്ട് അവസാനം അവിടെയുള്ള പ്രജകളോടും പട്ടാളക്കാരോടും പറഞ്ഞു, അന റബ്ബുക, ഞാനാണ് നിങ്ങളുടെ ദൈവം, ഞാനാണ് നിങ്ങളുടെ പടച്ചവൻ, നിങ്ങൾ എല്ലാവരും എനിക്ക് മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി പോലും സുജൂദ് ചെയ്തില്ല. അതിനിടയിൽ വൃദ്ധനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമ്രൂദിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്തപ്പോ അവിടെയുള്ള പ്രജകളും പട്ടാളക്കാരെല്ലാം കൂട്ടത്തോടു കൂടി സുജൂദ് ചെയ്തു. അതിനിടയിൽ നമ്രൂദിന്റെ ബിംബങ്ങൾ ഉണ്ടാക്കാൻ ഇബ്ലീസ് ആഹ്വാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ പ്രിയപ്പെട്ട പ്രൈവറ്റ് സെക്രട്ടറി ആസർ വിദൂരത്തേക്ക് മണ്ണിന് പോവുകയും അള്ളാഹുവിന്റെ ഖലാഓടുകൂടി ആസറിനൊരു കുട്ടി ജനിക്കുകയും ചെയ്തു. നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയമാണ്. ആ ഉൾക്കാട്ടിലെ ഒരു ഗുഹയിൽ ആ കുട്ടിക്ക് ജന്മം കൊടുത്തു എന്ന് മാത്രമല്ല, 4 മാസത്തിനുള്ളിൽ ആ കുട്ടി നടക്കാൻ തുടങ്ങി. വളരെയേറെ ബുദ്ധിയോടുകൂടി തന്റെ ഉമ്മയെ പിന്തുടർന്നുകൊണ്ട് തന്റെ വീട്ടിൽ അകപ്പെട്ടു. നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയമാണ്. അതിനിടയിൽ ആസർ തന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഈ കുട്ടിയെ കണ്ടു വല്ലാണ്ട് അത്ഭുതപ്പെട്ടു പോയി. 4ാമത്തെ വയസ്സിൽ അതാ അവരൊരു പേരിട്ടു, ഇബ്രാഹിം എന്ന പേരിട്ടതിന് ശേഷം ആ കുട്ടിയുടെ പരിപാടി എന്താ? നമ്രൂദിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പോകുന്നവരെ, അതുപോലെ നമ്രൂദിന്റെ ബിംബങ്ങൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ പോകുന്നവരെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി പറഞ്ഞു, നമ്രൂദ് എന്ന് പറയുന്ന ദുഷ്ടനായ നികിഷ്ടനായ രാജാവുണ്ടല്ലോ, സ്വന്തം പിതാവിനെ കൊന്നവനാണെന്ന് പറഞ്ഞപ്പോ ആസർ ഈ വാർത്ത കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആസറിന് മനസ്സിലായി, ഇനിയും ഈ ഇബ്രാഹിം കുട്ടി വളർന്നു കഴിഞ്ഞാല് തന്റെ ജീവിതം വളരെ മോശമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്റെ 2 കൈയും തന്റെ 2 കാലും ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് അതാ നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് വളരെ പിടിവാശിയോടുകൂടി വലിച്ചെടുത്ത് കൊണ്ടുപോകുന്ന രംഗമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ചരിത്രം പറയുന്നു ഇപ്രകാരം, മകനെയും പീഡിത്തിട്ട് അസറും മത നടന്നപ്പോൾ ആറിയ കാലമാലെ പിതാവിലെ മകൻ ചൂടി മോനാലെ പോക്കിങ്ങോട്ടാണെന്നേ. കയ്യുകൾ രണ്ടും കെട്ടിയുള്ള മോനെ നടത്തി, മെയ്യുകൾ വിയർപ്പാനെ കണ്ടോ ആകെ തളർത്തി, വയ്യുകൾ തോറും ജനം കണ്ട് ഭീതി പരത്തി, കൊയ്യുമോ ഇവൻ തല കലമേറെ വിടർത്തി. എന്തൊരുമായ കാര്യങ്ങൾ കാണുമ്പോൾ ചിന്തകൾ ആകെ ഉയരങ്ങൾ കാണുന്നു. മർത്യനെത്ര ദുഷ്ടനാണോ, ചിത്തവും കല്ലെ കൊണ്ടാണോ ഏറിയ മതപാലെ മകനെയും പിടിച്ചിട്ട് ആസറും മത നടന്നാനേ.
അപ്പോൾ ആറിയൽ കാലാമാലെ പിതാവിലെ മകൻ ചോദി മോനാലെ പോക്കെങ്ങോട്ടേ. നമ്രൂദിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ ആസർ അതാ ഇബ്രാഹിം കുട്ടിയെയും വലിച്ചിഴച്ചുകൊണ്ട് നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോ ആ കുട്ടി ചോദിക്കുകയാണ്, ദേശീയം നീ കണ്ടത് താതന്നോട് ഒരുക്കുന്നു, ദേശീയെ നിന്നെ ഞാനുമാക്കും രാജൻ, മുമ്പിലെ ഉടൻ മോനൻ അവൻ എന്ത് ചെയ്യും, കൊന്നിടും പിതാവോ നീ കേൾക്കും. ഇബ്രാഹിം കുട്ടി തന്റെ പിതാവ് ആസറിനോട് ചോദിച്ചു, അല്ല പിതാവേ, എന്നെ എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ആ സമയത്ത് ആസർ പറഞ്ഞു, അതാ നടന്നാൻ ആറിയ കലാമാലെ പിതാവിന് മകൻ ചോദി മോനാലെ പോക്കെങ്ങോട്ടാണ് എന്നെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോ ആസർ പറഞ്ഞു, എന്നെ പടച്ച നിന്നെ പടച്ച ഈ നാട് മുഴുവനും പടച്ച നമ്രൂദ് എന്ന് പറയുന്ന പടച്ചോണ്ടല്ലോ, ആ പടച്ചോന്റെ സമീപത്തേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്. ആ സമയത്ത് ഇബ്രാഹിം കുട്ടി ചോദിച്ചു, പിതാവേ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാല് നമ്രൂദ് എന്നെ എന്തെങ്കിലും ചെയ്യുമോ? നമ്രൂദ് രാജാവ് എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോ മുമ്പിൽ ഉടൻ മതി അവൻ എന്റെ പിഴ ചെയ്യും, കൊന്നിടും പിതാവോതി കേൾക്കും, നിന്നെ ഒന്നും ചെയ്യൂല, കൊല്ലും കൊല്ലും മോനെ, നിന്നെ പ്രത്യേകിച്ച് നമ്രൂദൊന്നും ചെയ്യൂല, ചിലപ്പോ കൊല്ലായിരിക്കും എന്ന് പറഞ്ഞു. ആ സമയത്ത് കയ്യോകൾ രണ്ടും കെട്ടിയുള്ള മോനെ നടത്തി, വെയ്യോകൾ വിയർപ്പാനെ കണ്ടു ആകെ തുടർത്തി, വയ്യോകൾ തോറും ജനം കണ്ട് വീതി പാരത്തി, കൊയ്യുമോ ഇവൻ തല കാലമാകെ വിടർത്തി. ഇങ്ങനെ സ്വന്തം പൊന്നുമോനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോ ആളുകളൊക്കെ പറയാണ്, എന്തിനാണ് ഈ കുട്ടിയെ ഇത്ര ക്രൂശമായിട്ട് ഇത്രയും വളരെ ക്രൂരമായിട്ട് നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്? കാരണം നമ്രൂദിന്റെ അടുത്തെത്തിയിട്ട് നമ്രൂദിനെ എങ്ങാനും ഈ കുട്ടി തള്ളി പറഞ്ഞാല് അവിടെ വെച്ച് കൊല്ലൂലേ? സ്വന്തം പിതാവാണ് ഇമ്മാരി ദ്രോഹം കാണിക്കുന്നതിന്റെ വയ്യുകൾ തോറും ജനം കണ്ട് ഭീതി വരുത്തി. ഇത്രത്തോളം സുന്ദരനായ നല്ലൊരു ചെറുപ്പക്കാരനെ നമ്രൂദിന്റെ വാളിന് ഇരയാക്കണോ? എന്തൊരു മായ കാര്യങ്ങൾ കാണുമ്പോൾ ചിന്തകളാകെ ഉയരങ്ങൾ താണ്ടുന്നു. ഭർത്യനിത്ത ദുഷ്ടനാണോ, ചിത്തവും കല്ലേ കൊണ്ടാണോ? ആളുകൾ പറയാൻ തുടങ്ങി, എന്ത് മനുഷ്യനാ മൂപ്പരുന്നാണ്, ആസർ എന്ത് മനുഷ്യനാ, അവന്റെ മനസ്സെന്താ കല്ലാണോ? സ്വന്തം പിതാവ് അതാ കുട്ടിയെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നു, ദുഷ്ടൻ എന്ന് ആസറിനെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല, അതാ വലിച്ചഴിച്ചിട്ട് ശ്രദ്ധിക്കണേ, നമ്രൂദിന്റെ അമ്പരം മുട്ടുന്ന കോട്ടയ്ക്ക് മുമ്പിൽ എത്തിയപ്പോ കുട്ടി വീണ്ടും ചോദിച്ചു, പിതാവേ, എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിക്കണത്? അപ്പൊ ആസർ വീണ്ടും പറഞ്ഞു, നമ്രൂദിന്റെ മുമ്പിൽ ഇട്ട് വെച്ചാല് നീ എങ്ങാനും നമ്രൂദിനെ എതിർത്താല് നമ്രൂദിന്റെ വാലിന് നീ ഇരയാകുമെന്ന് പറഞ്ഞപ്പോ വീണ്ടും ഇബ്രാഹിം കുട്ടി പിതാവിനോട് പറഞ്ഞു, പിതാവേ, എന്നെ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടാലും ഓ പടച്ചോനല്ല, ഓ ദൈവമല്ല, ഓ സ്വന്തം വാപ്പാനെ കൊന്നവനാ. ആ സമയത്ത് ആസർ പറഞ്ഞു, ഇനി നിന്റെ നാവ് കൊണ്ട് സ്വന്തം പിതാവിനെ കൊന്നവനാണെന്നുള്ളൊരു വാക്ക് നീ മിണ്ടാൻ പാടില്ല. വന്നത് എവിടേക്കാണെന്ന് മനസ്സിലാക്കണം. ഒരുപാട് വാള്, കുന്തം, പമ്പ്, ചട്ടുടി, വെൺമണി, ചൂലും, ചക്കിരും, വച്ചിരും, മുറുമി, തോട്ടി, കത്തി, കല്ല്, കെടാര വല, ഇതുപോലത്തെ ഒരുപാട് ആയുധങ്ങളുണ്ട്. ഇവിടെ വെച്ചെങ്ങാനും നീ സംസാരിക്കാൻ വാളൂരിട്ട് നിന്റെ തല പോലും കാണൂല. ആസർ പറഞ്ഞു, പക്ഷെ കുട്ടി ആരാ മോൻ, അന്ന് പിന്മാറാൻ തയ്യാറല്ല. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എന്നെ കൊന്നാലും ശരി, മൂപ്പര് പടച്ചോനാണെന്ന് ഞാൻ പറയൂല. എന്നിട്ടോ ആസർ വലിച്ചഴിച്ചിട്ട് നമ്രൂദിന്റെ സിംഹാസനത്തിന് മുമ്പിലേക്ക് കുട്ടിയെ ഒരൊറ്റ തള്ള നമ്രൂദിന്റെ മുമ്പിലേക്ക്, ശ്രദ്ധിക്കണം, നമ്രൂദിന്റെ മുമ്പിലേക്ക് തള്ളി എന്ന് മാത്രമല്ല, സധൈര്യത്തോടെ ചീതി തുറക്കാമി അല്ല പാടേ, പാര് പടച്ചവൻ വേറെയുണ്ടേ, നേര അവനെ വണങ്ങുന്നുണ്ടേ. ഈ ഇബ്രാഹിം കുട്ടി നമ്രൂദിന്റെ അടുക്കളേക്ക് വന്നു എന്ന് മാത്രമല്ല, ആ വരവില് ശ്രദ്ധിക്കണേ, നമ്രൂദിന്റെ തൊടയിൽ പോയിട്ട് ഇബ്രാഹിം കുട്ടി ഒരൊറ്റ കടിക്കല, ഒരൊറ്റ കടി അങ്ങോട്ട് കൊടുത്തു. കടി അങ്ങോട്ട് കിട്ടിയപ്പോ നമ്രൂദ് അള്ളേ അള്ളേന്നൊരൊറ്റ വിളിയാ. അപ്പൊ ഇബ്രാഹിം കുട്ടി ചോദിച്ചു, അല്ല രാജാവേ, നിങ്ങൾ ഇപ്പൊ ആരനെ വിളിച്ചത്? അപ്പൊ നമ്രൂദ് പറഞ്ഞു, ഞാൻ എന്നെ തന്നെ വിളിച്ചത് പൊട്ട. പാര് പടച്ചവൻ വേറെയുണ്ട്, എന്നെ പടച്ച നിന്നെ പടച്ച ഏകനായ അള്ളയുണ്ട് നമ്രൂദേ, നീ വിളിച്ചതവനെയാ. അപ്പൊ നമ്രൂദ് പറഞ്ഞു, അല്ല, ഞാൻ പെട്ടെന്ന് വേദനപ്പ എന്നെ വിളിച്ചത്. ആസറിനോട് ചോദിച്ചു, ഏതാ ആസർ ഈ ഗുരുത്തം പെട്ട കുട്ടി?
അപ്പൊ ആസർ പറഞ്ഞു, രാജാവ് എന്നോട് ക്ഷമിക്കണം, അന്ന് മണ്ണേൽപ്പിക്കാൻ പോയപ്പോ അറിയാതുണ്ടായിരുന്നു കുട്ടിയെ മണ്ണാര കുട്ടി. അപ്പൊ പറഞ്ഞു, ഇനി ഇബ്രാഹിം കുട്ടി അവിടെ നിർത്തി കഴിഞ്ഞാലേ ശരിയാവൂല കേട്ടോ, നല്ലൊരു കടി കിട്ടിക്കാൻ. ഇനി അവിടെ നിർത്തിയ ഇടതോടെയും വെറുതെ കിടക്കാറ്, അത് കടിക്കുമെന്ന് പേടിച്ചിട്ട് ആസറിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ നമ്രൂദ് പറഞ്ഞു, ഇവരെ കൊണ്ടുപോയിട്ട് നന്നാക്കിയിട്ട് വാ പറഞ്ഞു. നന്നാക്കാറിന് മീൻ നന്നാക്കണ പോലെ നന്നാക്കിയിട്ടുണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? ചില കുട്ടികൾ അങ്ങനെ നന്നാക്കിയാലും നന്നാവാത്ത കുട്ടികളും ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് അങ്ങനത്തെ കുട്ടികൾ? അറിയില്ല, ഉണ്ടോ? ഒക്കെ നന്നാണ് കുട്ടികളല്ലേ? അള്ളാഹു അങ്ങനത്തെ കുട്ടികളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ആ മീൻ വേണ്ടേ നിങ്ങൾക്ക്? ആ മീൻ വേണ്ടേ? ഇനി ഏത് മീനാ വേണ്ടത്? നമ്മുടെ കുട്ടികളൊക്കെ നന്നാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നോക്കാൻ നിങ്ങള് ആസറിനോട് പറഞ്ഞു, നിന്റെ കുട്ടി ഇബ്രാഹിം കുട്ടി ഉണ്ടല്ലോ, ഈ ഇബ്രാഹിം കുട്ടിയെ പോയിട്ടൊന്ന് നന്നാക്കിയിട്ട് ഇങ്ങോട്ട് വാ പറഞ്ഞു. ആസർ വീണ്ടും ആ കുട്ടിയുമായി തന്റെ വീട്ടിലേക്ക് ചെന്നു. ഉമ്മാക്ക് വല്ലാണ്ട് ബേജാറുണ്ട്, കാരണം അങ്ങനെ ക്രൂരമായിട്ടല്ലേ കൊണ്ടുപോയിട്ടുള്ളത്. ഒരിക്കലും കുട്ടി തിരിച്ചു വരൂല എന്നാ കരുതിയത്. പക്ഷേ കുട്ടിയുമായി ആസർ വന്നിട്ടിട്ട് ആസർ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ ഇവ വല്ലാത്തൊരു പഹയനാട്ടോ. എന്തേ? നമ്രൂദിന്റെ മുമ്പിലൊക്കെ എല്ലാരും സുജൂദല്ലേ ചെയ്യല്, ഇവ ചെയ്ത പണി എന്താ ചോദിച്ചോ മോനോട്. അപ്പൊ ഇബ്രാഹിം കുട്ടിയോട് ഉമ്മ ചോദിച്ചു, പൊന്നു മോനെ എന്തേ അവിടെ പോയിട്ട് ചെയ്തത്? നീ ഒരിക്കലും തിരിച്ചു വരുന്ന വലിയൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായതില്ല പറഞ്ഞു. ആ സമയത്ത് ഇബ്രാഹിം കുട്ടി പറഞ്ഞു, ഉമ്മ ഞാനും പിതാവും ഇങ്ങനെ ചെന്നുട്ടോ. അപ്പൊ ഉമ്മാക്ക് അറിയാൻ വേണ്ടി താല്പര്യമായി. നമ്രൂദിന്റെ സിംഹാസനത്തിന് മുമ്പിൽ എത്തിയപ്പോ പിതാവിന്റെ ഒരൊറ്റ തള്ളല. അങ്ങനെ ഞാൻ വീണത് അവന്റെ തൊടമ്പക്ക. ഞാനൊന്നും നോക്കിയില്ല, ഓന്റെ നല്ല തൊടയട്ടൊന്ന ഒരൊറ്റ കടിയാണ്. കടിച്ച പാട് ഒരൊറ്റ പറച്ചില്ല, അല്ലേ ഓൻ അള്ളാനെ വിളിച്ചുമ്മ. അപ്പൊ ഓൻ അള്ളയാണോമ്മ? അപ്പൊ ഉമ്മാക്കും സംശയമായി, ഓൻ അള്ളാനെ വിളിച്ച? ആസർ പറഞ്ഞു, വിളിച്ചിട്ടടി, ഇവൻ എന്തൊക്കെയോ ഒരു കറാപത്തുണ്ട്. ഇവരിങ്ങനെ സംസാരമായി. പിന്നെയോ ആസർ വീണ്ടും കൊട്ടാരത്തിലേക്ക് പോയി. പിന്നെ ഇബ്രാഹിം കുട്ടിയുടെ പരിപാടി എന്താ? നേരത്തെ അതേ സ്വഭാവം തന്നെ. നമ്രൂദിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരെ എല്ലാം മുടക്കാൻ തുടങ്ങി. അതിനിടയിൽ ഏകദേശം നമ്രൂദിന്റെ ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് 1 വർഷമായിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഒരുപാട് ബിംബങ്ങളുണ്ട്, കുട്ടി ബിംബങ്ങളുണ്ട്, വലിയ ബിംബങ്ങളുണ്ട്. ഇതിന്റെ ഒരു ഉത്സവം ആ ശ്യാം എന്ന പ്രദേശത്ത് നമ്രൂദ് സംഘടിപ്പിച്ചു. ബിംബങ്ങളെയൊക്കെ ആരാധിച്ച് നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി ഉത്സവമായി. ഒരുപാട് ഉത്സവങ്ങൾ. അതിന്റെ ഉദവിടത്തില് ആടുകളേറെ എല്ലാരും മത്തേ നടക്കുന്നേ, കട്ട് ഇബ്രാഹിം എന്ന ധീരരും വല്ലാതിളകി ചിരിക്കുന്നേ. കുല്ലും ക്ഷീണിത്ത് നോവിന്നായി നല്ല സമയം ഇബ്രാഹിം പോയി. മെല്ലെ കോടാലിയും താങ്ങി വരവായി, എല്ലാറ്റിന്റെയും തല കൊയ്യാനായി. ഒന്നിനെ ബാക്കി വെച്ച് പിന്നെയോ നന്നായി മാനം നിറച്ച് ആ നേരം കലപിലയിൽ കുതുകുലവും ഏറി നടന്നവർ പൊടിയിടയിൽ പണിയും തീർത്ത് ദേഹവും കൂടുന്ന ജപാനേ. ഉണ്ടാവിടത്തിലെ ആളുകളേറെ എല്ലാരും മത്തി നടക്കുന്നേ, കണ്ട ഇബ്രാഹിം എന്ന ധീരരും വല്ലാതിളകി ചിരിക്കുന്നേ. ഉണ്ട് 1000 ആനയെന്തൊരു ഉത്സവമാണിത് ഓർക്കുന്നേ. നിന്റെ 10,000 ചെണ്ടക്കാരും കണ്ടോ കൊത്തി തീമർത്തിയിടുന്നേ. നമ്രൂദിന്റെ ബിംബങ്ങളുടെ ഉത്സവം നടക്കുക. ഇവിടെ ചരിത്രം പറയും, ഉണ്ട വിടത്തിന് ആളുകളേറെ എല്ലാരും മത്തി നടക്കുന്നേ. ഉത്സവമായി എന്ന് മാത്രമല്ല, നമ്രൂദ് പട്ടാളക്കാർക്ക് നല്ല കള്ളങ്ങട് വാങ്ങിക്കൊടുത്തു, നന്നായിട്ടാണ് കുടിച്ച് പൂസായി. കണ്ട് ഈ ഇബ്രാഹിം എന്ന ധീരനും വല്ലാതെ ഇളകിച്ചിരിക്കുന്നേ. ഇബ്രാഹിം നബി ഇങ്ങനെ പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. കാരണം ബിംബങ്ങളുടെ മുമ്പിൽ ഇവരൊക്കെ ഇങ്ങനെ തൊഴുകണ് കാണുമ്പോ ഇബ്രാഹിം കുട്ടി പറഞ്ഞു, പൊട്ടന്മാര് ജീവനില്ലാത്ത സാധനത്തിൽ
ഇബ്രാഹിം കുട്ടി ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി കേട്ടോ. ഉണ്ട് 1000 ആന എന്തൊരു ഉത്സവമാണിത് കേൾക്കുന്നേ, 10,000 ചെണ്ടക്കാരും കണ്ടോ കൊട്ടി തീമർത്തിയിടുന്നേ. ഉത്സവത്തിന്റെ എല്ലാവിധ ചോറും ആ ശ്യാം എന്ന നമ്രൂദിന്റെ രാജാവിന്റെ കൊട്ടാരത്തിൽ നടക്കുന്നേ. ഉണ്ട് 1000 എന്തൊരു ഉത്സവമാണ് ഇത് കേൾക്കുന്നേ. ഏകദേശം 1000 ആനണ്ട്. മാത്രല്ല ഒരുപാട് ചെണ്ടമേളങ്ങൾ അവരിങ്ങനെ കൊട്ടാൻ തുടങ്ങി. എന്നിട്ടോ പുല്ലും ചീണിത്തനവും ഇന്ന് ആയി, നല്ല സമയം നീ പോയി. ഏകദേശം ഉത്സവത്തിന്റെ വൈകുന്നേരമായപ്പോ കള്ളു കുടിച്ച് മത്തായാലൊക്കെ ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. ഈ ബിംബങ്ങളുടെ സമീപത്ത് എല്ലാവരും ഇങ്ങനെ ഉറങ്ങുമ്പോ ഇബ്രാഹിം നബി എന്ത് ചെയ്തത്? മെല്ലെ കോടാലിയും താങ്ങി വരവായി. ശ്രദ്ധിക്കണം. ഒരു വലിയ കോടാലി കയ്യിലെടുത്തിട്ട് ആ ബിംബങ്ങൾ വെച്ച ആ മുറിയിലേക്ക്, ആ റൂമിലേക്ക് ഇബ്രാഹിം കുട്ടി മെല്ലെ അങ്ങോട്ട് ചെന്നു. കേട്ടോ, മെല്ലെ അങ്ങോട്ട് ചെന്നിട്ടോ ചെറിയ ബിംബം മുതൽ ഇങ്ങോട്ട് വെട്ടാൻ തുടങ്ങി. തല ഇങ്ങനെ ഓരോന്നിന്റെ തല ഇങ്ങനെ വെട്ടി ഏകദേശം വലിയൊരു ബിംബുണ്ട്. നമ്രൂദിന്റെ അതേപോലത്തെ ഒരു ബിംബുണ്ട്. എന്ത് ചെയ്തു? ഒന്നിനെ ബാക്കി വെച്ചേ. ഈ വലിയൊരു ബിംബത്തിനെ നമ്രൂദ് അവിടെ ബാക്കി വെച്ചു, ഇബ്രാഹിം നബി അവിടെ ബാക്കി വെച്ചു. എന്നിട്ട് ഈ കോടാലി ഉണ്ടല്ലോ, ഈ വലിയ ബിംബത്തിന്റെ തോളിൽ ഇങ്ങനെ കൊളത്തിട്ടു. ശ്രദ്ധിക്കണം, അങ്ങോട്ട് കൊളത്തിട്ടു. സുബ്ഹാനല്ലാഹ്, നേരം പുലർന്നു. അന്ന് രാത്രി ഒക്കെ കുടിച്ച് പിറ്റായി കിടക്കണം. നമ്രൂദും പിച്ച്, പട്ടാളക്കാരും പിച്ച്, മന്ത്രിമാരും പിച്ച്, എല്ലാവരും പിച്ച. പിറ്റേ ദിവസം രാവിലെ ഈ ബിംബങ്ങളുടെ രൂപം കാണാൻ വേണ്ടിയിട്ട് അതാ 2-3 പട്ടാളക്കാര് ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാ ബിംബങ്ങളും തലല്ലാതെ ഓടല് മാത്രം ഇങ്ങനെ നിൽക്കുക. പക്ഷെ വലിയൊരു ബിംബം ഓടാലും തോളിട്ടിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പൊ ഈ 2 പട്ടാളക്കാര് നമ്രൂദിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, രാജാവേ കേൾക്കണേ ജനങ്ങളോടി ചെന്ന് രാജൻ ചാരേ, കേട്ട് വന്ന ബിംബമിൽ കാര്യങ്ങളോ നീ നേരെ. കേട്ട് രാജനും ഓലവിൽ ചോദ്യമായി ആരേ, കേസിലും നിങ്ങൾ കണ്ടു ചൊല്ലുവിൻ വന്നോരേ. ഓതിയോരും രാജനോട് ഇബ്രാഹിമ കേട്, പാതിരാക്കി കാട്ടിപ്പാട് ആ തിരുടനാട് പേട്. എന്ത് ചെയ്യും രാജ അവൻ വന്ന് ചെയ്തത് നീജ, എന്ത് ചെയ്യും രാജ അവൻ വന്ന് ചെയ്തത് നീജ. ആ വിവരം കേട്ട് രാജൻ യോഗവും വീഴിച്ചേ, ആ തിരുടനെ പിടിച്ച് മുമ്പിലും എത്തിച്ചേ. ആളിലും കൊടുത്തിടും സമ്മാനവും വീരച്ചേ, ആശ വെച്ച് കൊണ്ട് ജനം കൂട്ടമിൽ ഒന്നിച്ചേ. പിറ്റേ ദിവസം നേരെ പുലർന്നപ്പോ 2 പട്ടാളക്കാര് ആ ബിംബങ്ങളുടെ സമീപത്തെത്തിയിട്ട് ബിംബങ്ങളെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കുട്ടി ബിംബങ്ങൾക്കൊന്നും തലയില്ല. വലിയ ബിംബമാണെങ്കിലോ ഈ കോടാനം താങ്ങിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഈ 2 പട്ടാളക്കാര് പെട്ടെന്ന് നമ്രൂദ് രാജാവിന്റെ സിംഹാസനത്തിന് സമീപത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, രാജാ പിന്നെ നിങ്ങൾക്ക് തലല്ല രാജാവേ, തലല്ല. മൂപ്പരൊന്ന് തടവി നോക്കി, തലുണ്ടല്ലോ വണ്ടാര കുരുപ്പുകളെ, എവിടെ തല? നിങ്ങൾക്കല്ലേ രാജാവേ, നിങ്ങളെ ബിംബങ്ങളില്ലേ ഒന്നിനും തലയില്ല. പക്ഷെ ഒന്നിനെ ബാക്കി വെച്ച് വലിയ ബിംബം കോടാലി താങ്ങിട്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ രാജാവേ. നമ്രൂദ് രാജാവ് എന്ത് ചെയ്തു? അതാ ആ ബിംബങ്ങൾ വെച്ച മുറിയിലേക്ക് ചെന്ന് നോക്കും. എന്തേ? കേട്ട് രാജനം പോന്നതിൽ ചോദ്യമായി ആരേ, ഇന്നലെ രാത്രി ആരോ ഇതിന്റെ റൂമിൽ വന്നിട്ടുണ്ടല്ലോ. കണ്ട പട്ടാളക്കാരൊക്കെ മത്തായി കുടിച്ച് കിടക്ക. പണ്ടാരക്കാരന്മാര് ഈ ബിംബങ്ങൾ നോക്കാൻ വേണ്ടി വന്നിട്ട് കുടിച്ച് കിടക്ക. എവിടെ? കേസിലും നിങ്ങൾ കണ്ടു ചൊല്ലുവിൻ വന്നോരേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചു 2 പട്ടാളക്കാരോട്. അപ്പൊ 2 പട്ടാളക്കാർ പറഞ്ഞു, രാജാവേ ഞങ്ങൾക്കൊരു സംശയം ഉണ്ട്. എന്തേ? ഞങ്ങൾക്ക് സംശയമുണ്ട് രാജാവേ. മൊത്തം 12 ബിംബല്ലേ ഉണ്ടായിരുന്നത്? 12 ബിംബം ഉണ്ടായിരുന്നു. 11 തല പോയിട്ടില്ലേ? ഉണ്ട്. ഒന്നതാ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അതെ, ഓനാള് വളവനാട്ടോ രാജാവേ. എന്തേ? ഓൻ ഈ കുട്ടി ബിംബങ്ങളൊന്നും പറ്റിയിട്ടില്ല. കണ്ടോ, ഓൻ ചിരിക്കുന്നുണ്ട. വലിയ ബിംബം ചിരിക്കണ പോലെ നിങ്ങൾക്ക് തോന്നുന്നു രാജാവേ?
അപ്പൊ രാജാവ് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ചിരിക്കണുണ്ട? ഇല്ല. ചിരിക്കണില്ല. എന്റെ ബലമായ സംശയം എന്താ രാജാവേ, എല്ലാവരും ഉണ്ടാകുമ്പോ അവരെ മുമ്പിലൊക്കെ പോയി ആളുകൾ സുജൂതിയില്ലേ? മൂപ്പർ ഒറ്റക്കാവുമ്പോ മൂപ്പരെ മുമ്പിൽ മാത്രമല്ലേ സുജൂതിക്കുള്ളൂ. അതുകൊണ്ട് മൂപ്പര് കോടാലി താങ്ങിട്ട് ഇതിന്റെയൊക്കെ തല വെട്ടിയിട്ട് മൂപ്പരുടെ ഇരുന്ന് ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്രൂദ് പറഞ്ഞു, ഓതിയോരും രാജനോട് ചേരിയും കേട് പാതിരാക്ക് കാട്ടിപ്പാട് ആതിരൂടനാണ് പേട്. ആ സമയത്ത് നമ്രൂദ് രാജാവ് പറഞ്ഞു, എന്ത് പൊട്ടത്തരാ പൊട്ടന്മാരങ്ങൾ പറയുന്നത്, എന്തേ അത് മിണ്ടാത്തൊരു ബിംബമല്ലേ എന്ന് ചോദിച്ചപ്പോ പട്ടാളക്കാര് പറഞ്ഞു, അല്ല പിന്നെ എന്തിനാ ഈ മിണ്ടാത്ത ബിംബത്തിന്റെ മുമ്പിൽ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ സുജൂദ് ചെയ്യിപ്പിക്കുന്നത്? നമ്രൂദ് കുടുങ്ങിയില്ലേ? അതിനിടയിൽ നമ്രൂദ് എന്ന് പറഞ്ഞു, എന്നാൽ ഇത് ചെയ്തത് ആരെന്നറിയോ? ഇബ്രാഹിം കേട് എന്ത് ചെയ്യും രാജ, അവൻ ബന്ദ് ചെയ്തതും നീജ. ആ സമയത്ത് നമ്രൂദ് രാജാവ് പറഞ്ഞു, ഇന്നലെ എന്നെ തുറന്നൊരു കുട്ടി വന്ന് കടിച്ചില്ലേ പട്ടാളക്കാരെ, ഓന്റെ പരിപാടിയാണ്. അതുകൊണ്ട് ആ വിവരം കേട്ട് രാജൻ യോഗവും വിളിച്ചേ ആ തിരുടനെ പിടിച്ച് മുമ്പിലൂയെത്തിച്ചേ. ഇബ്രാഹിം എന്ന് പറയുന്ന ആ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് എന്റെ സിംഹാസനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ പട്ടാളക്കാര് ഒരുക്കല്ല. കാരണം എന്തേ? രാജാവിന്റെ തൊടയാണ് കറച്ച് പറിച്ചിട്ടുണ്ട്. ഈ പട്ടാളക്കാരി എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ രാജാവ് പറഞ്ഞു, നിങ്ങൾ വെറുതെ പോകണ്ട, ആ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയെ ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് തന്നാൽ നിങ്ങൾക്ക് ഞാൻ ഒരു 5000 സ്വർണ്ണ നാണയങ്ങൾ തരാം. കണ്ടാ എന്താ മൂപ്പരിങ്ങനെ നിൽക്കുന്നത്? പാവം. എന്തേ? കസേരല്ലേ? ആ സമയത്ത് ബാക്കുന്ന ഒരു മനുഷ്യർ ഒറ്റ ചാട്ട, ഞാൻ പോകാം രാജാവേ. കണ്ടാ നിങ്ങളെന്താ അങ്ങോട്ട് നോക്കി? അവിടെ ആരൊക്കെ? രാജാവിന്റെ കൊട്ടാരത്തിലാണ്. ഇവിടെ ആരും നിൽക്കുന്നത്? കുട്ടികളൊക്കെ ആകാന്തപ്പെട്ടിക്ക. പൊതുവെ അങ്ങനെയാണല്ലോ, കുട്ടികൾ എന്തെങ്കിലും കാര്യം കേട്ട് കഴിഞ്ഞാല് പിന്നെ അതിന്റെ പിന്നാലേക്കാരെ പോലെ. കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കുട്ടികളെ ആളുകളുടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. എന്തിനാ ആമീൻ പറയുന്നത്? ആമീൻ പറയും മനുഷ്യന്മാരെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ആമീൻ പറയും. അള്ളാഹുടെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുട്ടികളെ എങ്ങനെയാണ് ഒരു കാര്യം നമ്മളാണ് ഏൽപ്പിച്ച കുട്ടികളെ നമ്മളെ വസലാക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പണ്ട് ഒരു ടീച്ചർ, നല്ല വിവരമുള്ള, നല്ല പിന്നെ റോൾഡ് മോഡൽ എന്നൊക്കെ പറയാം, നമ്മൾ നല്ല മോഡലായിട്ട് നടക്കുന്ന ടീച്ചർ. ഈ ടീച്ചർ എന്ത് ചെയ്തു? കുടുംബ സംഗമത്തിലേക്ക്, ഇപ്പൊ അങ്ങനെ സംഭവം നടക്കുന്നുണ്ടല്ലോ, ഈ കുടുംബ സംഗമത്തിലേക്ക് തന്റെ കുട്ടിയുമായി പോവുക. കുട്ടി വഷളാക്കിന്റെ കാര്യം പറയാം. ടീച്ചർ കുട്ടിയുമായി പോയി. കുടുംബ സംഗമമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇതിനിടയിലോ ടീച്ചറാണെങ്കിൽ ഫുൾ ഇംഗ്ലീഷാ പറയുന്നത്, ഇംഗ്ലീഷ് ടീച്ചറാണ്. ആളുകളുടെ ഇടയിൽ സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനിടയിൽ കുട്ടികളുടെ ഇടയിൽ കുറെ ഓഫീസർമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വെറുതെ നടക്കുന്നവരുണ്ട്, ഒരു പണിയില്ലാത്തവരുണ്ട്. എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോ കുട്ടി അതിനിടയിൽ വന്നു, മമ്മി എനിക്ക് പാത്തണം എന്ന് പറഞ്ഞു. കഴിഞ്ഞില്ലേ കഥ? എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ പറയുക? പാത്തണം എന്ന് പറഞ്ഞപ്പോ ടീച്ചർ ആകെ തല താച്ചിക്കൊണ്ട് പണ്ടവരെ കുട്ടീച്ചിന്റെ വസലാക്കിയിട്ട് മൊത്തത്തില് കുട്ടി വസലാക്കിയതാണ്. നമ്മൾ പറയല്ലേ കുട്ടി എനിക്ക് പാത്തണം, സത്യത്തിൽ മൂത്രമൊഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കോഡ് ഭാഷ ഉണ്ടല്ലോ, എങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാലോ? ആർക്കെങ്കിലും മുട്ടണ്ടേ മെല്ലെ പോയിക്കോളിട്ടോ, ഇവിടെ കണ്ട. അപ്പൊ ഈ കുട്ടി എന്ന് പറഞ്ഞു, മമ്മി എന്നൊക്കെ വിളിച്ചപ്പോ മൂപ്പത്തിരൊന്നും പൊങ്ങി. അതിനുശേഷം പറഞ്ഞു എനിക്ക് പാത്രം. ആകെ വസലായില്ല. അപ്പൊ കുട്ടിയെ മെല്ലെ സ്വൈര്യമായിട്ട് ഒരു സ്വകാര്യമായിട്ട് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഒറ്റന്നുണ്ട് തന്നിട്ടല്ലോ, എന്നെ ആകെ വസലാക്കിയില്ലേ? നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നൊരു കോഡ് ഭാഷ പറഞ്ഞാൽ പോരാ എന്തിനേ ചോദിച്ചു. സോറി മമ്മി പറഞ്ഞു. എന്നാ ആയിക്കോട്ടെ, പണ്ടാരെ കുരിക്കും. ഇനി അങ്ങനെ എങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ, അഥവാ നിനക്ക് മുത്രയ്ക്കാൻ മുട്ടാണെങ്കിൽ എനിക്ക് പാടണം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നോക്കുകയാണെങ്കിൽ പാടണം എന്ന് പറഞ്ഞാൽ മതി, എനിക്കറിയാം പാത്താനാണെന്ന് എഴുതിയിട്ട് ഞാൻ നിന്നെ കൊണ്ടുപോയി മുത്രയിപ്പിക്കാറുണ്ട്. ഈ വിവരമൊന്നും പിതാവിന് അറിയില്ല. ഈ വിവരമൊന്നും കുട്ടിയുടെ പിതാവിന് അറിയില്ല. അടുത്ത കുടുംബ സംഗമത്തില് പിതാവും കുട്ടിയാ പോണത്. അങ്ങനെ നന്നായിട്ട് ഫംഗ്ഷനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ കുട്ടി അതിന്റെ ഇടയിൽ പറഞ്ഞു പിതാവിനോട്, പിതാവേ എനിക്ക് പാടണം പറഞ്ഞു. എന്താ പൊട്ടായി പറയുന്നത്? ഇങ്ങനത്തെ ഒരു സദസ്സിനെ പാടാൻ നിൽക്കുക? പാടണ്ട പടയെ പറഞ്ഞു. അല്ല പിതാവേ എനിക്ക് പാടണം പറഞ്ഞു. ആ പിതാവ് എന്തേ പാടാണല്ലേ? ഇതൊരു കാര്യം ചെയ്തു, ആരും കേൾക്കാതെ ആ സ്റ്റൂളിൽ കയറിയിട്ട് ചെവിക്ക് പാടിക്കോ. കുട്ടി എന്ത് ചെയ്ത് ഒരു സ്റ്റൂൾ അപ്പുറത്തിട്ട് പിതാവിന്റെ അടുത്ത് സിബ് പിതാവിന്റെ ചെവിയൊക്കെ അങ്ങോട്ട് പാടി. കേട്ടാ, ഒരു കുട്ടി ഒരു കാര്യം അങ്ങനെയാണ്. അപ്പൊ ശ്രദ്ധിക്കണം കുട്ടികളെ, അങ്ങനെ പാടാൻ വല്ലാണ്ട് മുട്ടണ്ടി നല്ലോണം പോയിക്കോളിട്ടാ. ഇവിടെ പാടണ്ട, ഇവിടെ പാടാൻ ഉപയോഗം പാടി അവിടെ എവിടെയും ഇല്ല.
പാടാൻ മുട്ടുണ്ട് പള്ളിയിൽ പോയി പാടിക്കൊള്ളട്ടാ. ഏതായാലും ശ്രദ്ധിക്കണം, ഇവിടെ ഇബ്രാഹിം കുട്ടിയെ പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് 5000 പൊന്ന് തരാമെന്ന് പറഞ്ഞപ്പോ വേഗം ഒരു പട്ടാളക്കാരൻ ചാടിയിട്ട് പറഞ്ഞു, രാജാ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. എന്നിട്ടോ ആ വിവരം കേട്ട് രാജൻ യോഗവും വീണിച്ചേ ആ തിരുടനെ പിടിച്ച് മുമ്പിലും ഏറ്റിച്ചേ ആളിലും കൊടുത്തിടും സമ്മാനവും നിറച്ചേ ആശ വെച്ച് കൊണ്ട് ജനം കൂട്ടമേളൊന്നീച്ചേ. ഇബ്രാഹിം കുട്ടിയെ നമ്രൂദ് രാജാവിന്റെ മുമ്പിൽ കൊണ്ടുകൊടുത്താല് 5000 സ്വർണ്ണ നാണയം എന്ന് കേട്ടിട്ടോ. ശ്രദ്ധിക്കണേ, ഇബ്രാഹിം കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് പട്ടാളക്കാരൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അതിനിടയിലോ ആസറിന്റെ വീടിന്റെ പുറത്ത് ഇബ്രാഹിം കുട്ടി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പട്ടാളക്കാരൻ ചെന്നിട്ട് പറഞ്ഞു, അല്ല നിന്നെ നമ്രൂദ് രാജാവ് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇബ്രാഹിം കുട്ടി പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ പറഞ്ഞു, നിന്നോട് എന്തൊക്കെയാ സംസാരിക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ ഒരു വട്ടം കൊട്ടാരത്തിൽ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ രാജാവിനോട്. അത് വേണ്ട, ആ സംസാരിച്ച് വേണ്ട, പാവാണ്, പടം കടിച്ച് ഞാൻ മുറി ഞാൻ ഉണങ്ങിയിട്ടില്ല പണ്ടാരൊക്കെ. ഏതായിരുന്നാലും ഇബ്രാഹിം കുട്ടി പോകാൻ ഒരുക്കമല്ല എന്ന് മനസ്സിലാക്കുമ്പോ ഇബ്രാഹിം കുട്ടിയെ പട്ടാളക്കാരെന്ത് ചെയ്തു? കയ്യോകളും പൂട്ടി നടത്തമായേ നെയ്യും ഉരുകിയോ വിയർപ്പിലായേ പയ്യന്നീത് ജനം തളർക്കലായേ പയ്യേ പലരപ്പോൾ ഉരകലായേ. ചെന്നൈ രാജാവിന്റെ പേരും കൊട്ടാരം വന്നേ ജനതയും അവിടെ പാരം നിന്നെ ഉറക്കാത രാജനും പാരം നിന്നെ കുലക്കുന്ന ഉറപ്പ് പൂരം ഇബ്രാഹിം ചിരിച്ചു കൊണ്ടേ കിടന്തിന് ഓതി അടക്കൂ എന്ന് കിട്ടാനേരം പോലെ നടത്തിക്കൊണ്ടേ കിട്ടോ പായിട്ടിന്റെ അടുത്ത് ചെണ്ടേ കയ്യുകളും പൂട്ടി നടത്തമായേ മെയ്യും ഉരുതിയോ വിയർപ്പിലായേ. ഇബ്രാഹിം കുട്ടി പോകാൻ ഒരുക്കമല്ലെന്ന് മനസ്സിലാക്കിയപ്പോ പെട്ടെന്ന് ഒരു പട്ടാളക്കാരൻ ഇബ്രാഹിം കുട്ടിയുടെ പുറകിൽ ചെന്നിട്ട് 2 കൈ ഒരൊറ്റ കൂട്ടിക്കൊടുത്ത പിടിച്ചു എന്ന് മാത്രമല്ല, അതിനിടയിൽ ഒരു പട്ടാളക്കാരൻ ആ കൈകൾ 2 വലിഞ്ഞങ്ങട് കെട്ടി. കാരണം എന്ത്? ഈ ഇബ്രാഹിം കുട്ടിയെങ്ങാനും നമ്രൂദിന്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്താൽ 5000 സ്വർണ്ണ നാണയങ്ങൾ കിട്ടുമെന്ന് മനസ്സിലാക്കി 2-3 പട്ടാളക്കാർ ഇങ്ങനെ കയ്യോ കേളും പൊട്ടി നടത്തമായി മെയ്യും ഉരുകിയോ വിയർപ്പിലായേ. ആ വെയിലത്ത് ഇബ്രാഹിം കുട്ടിയെ കൂട്ടിയിട്ട് അതാ നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ പോവുക. പയ്യെ നെതിജനം നളർക്കലായേ പയ്യെ പലരപ്പോൾ ഉരകലായേ. ആളുകളൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങി, അണ്ണ ആശ്രം ഒന്നും ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ട്, ഇതാ 2ാമത് വീണ്ടും ആ കുട്ടിയെ കൊണ്ടുപോയി. എന്ത് പൊട്ടത്തര ഈ പട്ടാളക്കാര് കേട്ടത്. എന്നാലും ചെന്ന് രാജാവിന്റെ പെരുംകൊട്ടാരം വന്ന് ജനതയും അവിടെ മരം നിന്ന് ഉയർത്തു ജനമേ മരം നിന്നെ കുലക്കും ഞാൻ ഉറപ്പ് പൂരം. ഇബ്രാഹിം കുട്ടിയുടെ കൈ ബാഗിലേക്ക് വലിഞ്ഞു കെട്ടിക്കല്ലേ. അപ്പൊ രാജാവിന് ധൈര്യമായില്ലേ, ഇനി വന്നിട്ട് എന്റെ ഇടത് തുറന്ന കടിക്കൂലാതെ മനസ്സിലായിട്ട് രാജാവ് പറഞ്ഞു, അന്നെ ഞാൻ കൊലക്കും വന്നി, അന്നെ ഞാൻ കൊല്ലും ചെക്ക. കാരണം എന്താണെന്നറിയോ? കേട്ടി ഇബ്രാഹിം ചിരിച്ചും കൊണ്ടേ അന്നെ ഞാൻ കൊല്ലും. ഈ വാളുകൊണ്ട് എന്റെ തല ഞാൻ അറുക്കുന്നു പറഞ്ഞപ്പോ ഇബ്രാഹിം കുട്ടി പട്ടാളക്കാര് പറഞ്ഞു, മറ്റേ വട്ട കൊല്ലുന്ന് പറഞ്ഞപ്പോൾ അതാ ചിരിക്കൊടു. കേട്ട നിലവോതി അണക്കുയണ്ടേ. ആ സമയത്ത് എന്നെ അങ്ങോട്ട് വിട്ടാ നിങ്ങളെ പട്ടാളക്കാരോട് പറഞ്ഞാൽ അങ്ങോട്ട് വിട്ടാടിയും പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു, വേണ്ട പെട്ടെന്ന് വിടണ്ടായിരുന്നു. എന്തേ ഈ പുതിയ ഉണക്കട്ടെ പണ്ടാരെ കുരിപ്പിക്കാറുണ്ട്. കേട്ട് ഓനെ നേരം നടത്തിക്കൊണ്ടേ കേട്ടോ വൈദ്യന്റെ അടുത്ത് ചെണ്ടേ. ആ സമയത്ത് രാജാവ് പട്ടാളക്കാരോട് പറഞ്ഞു, എന്റെ സമീപത്തേക്ക് ഏതായാലും കൊണ്ടുവരട്ടെ ആ കുരുത്തം കൊട്ട കുട്ടിനെ ആ ജയിലിൽ കൊണ്ടുപോയി ആ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി അടക്ക് എന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാ, നമ്രൂദിന്റെ വലിയ കൊട്ടാരത്തിലെ ആ ഒരു വലിയ ജയിലിനുള്ളിൽ ആ ഇബ്രാഹിം കുട്ടിയെ ഇട്ടിട്ട് ജയിലങ്ങോട്ട് ക്ലോസ് ചെയ്തു. അപ്പൊ നമ്രൂദ് വന്നിട്ട് ജയിലിന്റെ പുറത്തു നിന്നിട്ട് വന്നു, എന്താ എന്റെ പ്രശ്നം
പിന്നെ വലിയ ആളാവാൻ തുടങ്ങി. കാരണം എന്തേ, പെട്ടെന്ന് ജയിലിന്റെ ഉള്ളിൽ പോരൂലല്ലോ, പെട്ടെന്ന് ജയിലിന്റെ ഉള്ളിൽ പോരൂലല്ലോ. ഈ സമയത്ത് ഇബ്രാഹിം കുട്ടിയോട് പറഞ്ഞു, നിനക്ക് രക്ഷ വേണോ, ഈ ജയിലിൽ നിനക്ക് രക്ഷപ്പെടണോ, അനറബുക്ക, ഞാൻ ദൈവമാണ്, ഞാനാണ് പടച്ചവൻ എന്ന് പറഞ്ഞിട്ട് എന്റെ മുമ്പിൽ നീ ഒന്ന് സുജൂദ് ചെയ്താ മതി. ഇബ്രാഹിം കുട്ടിയോട് പറഞ്ഞു. ഇബ്രാഹിം കുട്ടി സുജൂദ് ചെയ്യോ? വീണ്ടും പറഞ്ഞു, എന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ സുജൂദ് ചെയ്യാ. എന്റെ വാപ്പാനെ എന്റെ വാപ്പാനെ എന്ന് പറഞ്ഞപ്പോ നമ്രൂദിന്റെ സ്വഭാവം ഇങ്ങനെ മാറാൻ തുടങ്ങി. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ കണ്ടോ, വല്യപ്പ പാവട്ടോ മറ്റേട്ട് കുത്തിട്ട് കസാരട്ടോ. പണ്ടത്തെ വല്യപ്പല്ല, ഇന്നത്തെ വല്യപ്പ ഇബിലീസ്. ആമീന്നോ, ഇബിലീസ് എന്ന് പറഞ്ഞപ്പോ ആമീന്നോ, എന്താ പറയാ? കാരണന്മാരെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്, നിങ്ങളെ മുട്ടണില്ല. പിന്നെന്താ ഇബിലീസ്? നിങ്ങക്ക് പറയാനും അറിയില്ലേ? എന്തോ മെറിച്ച് പറയണ്ടോ? എന്റെ പേരെന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് വലിയൊരു ഇബിലീസാന്ന് നിങ്ങൾക്കറിയാം. കേൾക്കാൻ വേണ്ടി വിളിച്ചാ ഓനോ ഒറ്റ കടത്താണ്. ഓന്റെ ഇപ്പൊ ഒരു ആഗ്രഹം എന്താ അറിയാം, ഇടക്കിടക്ക് അറിയാം, എനിക്ക് കെട്ടണം, എനിക്ക് കെട്ടണം. വിവാഹത്തിന്റെ കഥ കഴിഞ്ഞ സ്റ്റേജിൽ കൈമുറിക്കപ്പെട്ട മണവാളൻ എന്ന് പറയുന്ന സംഭവ പോലുമായ നല്ലൊരു ചരിത്രം പറഞ്ഞു മഹ്മൂദുൽ അഫന്തിയുടെ. അതിൽ നല്ലൊരു ലവ് സ്റ്റോറി, ഒരു പ്രേമം നടക്കുന്നുണ്ട്. ഇതിനെ പറഞ്ഞിട്ട് അന്ന് റൂമിലേക്ക് കടക്കാൻ പോയി, ഉറങ്ങാൻ പോയി. രാത്രി ഞാനിങ്ങനെ ഉറക്കം ഇങ്ങനെ കണ്ണുകളിലേക്ക് ഇമ വെട്ടി ഇങ്ങനെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ ഒഴുകപ്പെട്ടു ഒരൊറ്റ ചാട്ട. ഞാൻ ചോദിച്ചു, എന്തോ മേലെ എനിക്ക് കെട്ടണമെന്ന്. ഒരൊറ്റ പറച്ചില്ല. അപ്പൊ ഈ വിവാഹത്തിനെ പറ്റി പറഞ്ഞപ്പോ മൂപ്പർക്ക് ഒരു ആഗ്രഹം, കെട്ടാൻ, കല്യാണം കഴിക്കാൻ. ഓന്റെ പൂതി കെട്ടാനാണ്. നമ്മൾ കെട്ടിച്ചു കൊടുക്കുവോ? അല്ലെങ്കിലേ ഓനെ പിടിച്ചാൽ കിട്ടണ്ടേ. ഇനി കെട്ടും കൂടി ചെയ്താലോ? പഠിച്ചോൻ കാക്കട്ടെ. ആമി പറയും മനസ്സന്മാരെ, പഠിച്ചോൻ കാക്കട്ടെ. ഇവിടെ വരുന്നത് ആരാ? ഇന്നലെ പറഞ്ഞ ഇബ്ലീസ് ലഅനത്തുള്ളാഹി അലൈഹി നമ്രൂദിന്റെ സമീപത്തേക്ക് വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഓനോട് സംസാരിച്ചിട്ട് കാര്യമല്ല കേട്ടോ. കാരണം എന്താ അറിയോ, ഓൻ ആള് ചില്ലറക്കാരനല്ല. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ നല്ല വിവരമുള്ള ആളാണ്. പക്ഷെ എന്തേ, ആദമിന്റെ മുമ്പിൽ, ആദം നബിയുടെ മുമ്പിൽ ഒന്ന് സുജൂദിയാണെന്ന് പറഞ്ഞു. മുമ്പിൽ പറഞ്ഞു, ഇന്നെക്കാട്ടും വലിയൊരു ആദമോ? അത് ഞാൻ സുജൂദ് ചെയ്യൂല. ആ ഒരൊറ്റ അടിസ്ഥാനത്തിലാണ് മൂപ്പര് ഇബ്ലീസ് ആയത്. അള്ളാഹു അവന്റെ ചോദ്യം തൊട്ട് കാക്കട്ടെ. ഇവിടെ നോക്കാൻ നിങ്ങള്, നമ്രൂദിനോട് ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഓനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഓനോട് പ്രവർത്തിച്ചിട്ടേ കാര്യമുള്ളൂ. ആ സമയത്ത് നമ്രൂദ് ചോദിച്ചു, അല്ല, ഓനൊന്ന് നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വീണ്ടും പറഞ്ഞു, നിനക്ക് രക്ഷ വേണോ, അനറബുക, ഞാനാണ് എന്റെ പടച്ചോൻ, എന്റെ മുമ്പ് നീ ഒന്ന് സുജൂദ് ചെയ്താല് നിനക്ക് രക്ഷയുണ്ടെന്ന് വീണ്ടും പറഞ്ഞപ്പോ വീണ്ടും ഇബ്രാഹിം കുട്ടി ചിരിച്ചിട്ട് പറഞ്ഞു, നമ്രൂദ്, ഇല്ലടാ, നീ നിന്റെ സ്വന്തം വാപ്പയെ കൊന്നവനാ, ഒട്ടും ഭയമില്ല, പൂമാൻ കിട്ടും മൂരത്തുയി ചെയ്തതും കേമാൻ, കേൾക്ക് വലിയ ബിംബവുമില്ലേ, നോക്ക് അതിനെയും സംശയമില്ലേ. ഒട്ടേറെ ദേശത്തിൽ ഓതിരാജൻ ചിത്തം ഗ്രഹിക്കുകയെ മിണ്ടാത്തവനും, ചെയ്യുമോ പോയത്തം നീയുമോ വീട്ടി, അയ്യോ സുജൂദിന ചെല്ലുക നീയേ, കാരാഗ്രഹത്തിലാ രചിട്ടിടുന്നേ, കാര്യം ചർച്ച ചെയ്യാം കൂടിയവരന്നേ, പലരും പലതുമേ പറഞ്ഞിടുന്നേ, ഇടയിൽ ശൈഖൊന്ന് വന്നതനിന്നേ, ഒട്ടും ഭയമില്ല മോദി പൂമാൻ, തിട്ടം പുറത്തുയി ചെയ്തതും കേവൻ, കേൾക്ക് വലിയ ബിംബമില്ലേ, നോക്കി അതിനെയും സംശയമില്ലേ. ആ
സമയത്ത് നമ്രൂദ് രാജാവ് ഇബ്രാഹിം കുട്ടിയോട് പറഞ്ഞു, നോക്കാം നിങ്ങൾ ആ ബിംബത്തെ, 12 ബിംബം തന്നെ ഉണ്ടായിരുന്നത്, അതിൽ 11 തല നീയല്ലടാ വെട്ടിയത് എന്ന് വീണ്ടും വീണ്ടും ഇബ്രാഹിം കുട്ടിയോട് ചോദിച്ചു. ആ സമയത്ത് ഇബ്രാഹിം കുട്ടി പറഞ്ഞു, എന്താ രാജാവെ പൊട്ടത്തരം പറയണത്, ഞാൻ ഇന്നലെ എന്റെ വീട്ടിലല്ലേ ആ വലിയൊരു ബിംബം കണ്ടോ ആ കോടാലി താങ്ങിട്ട് ഇങ്ങനെ നിൽക്കണ കണ്ടോ, അതിന് നിങ്ങൾക്ക് സംശയമല്ലേ രാജാവെ, ഓനാക്കാരെ ഈ പരിപാടി ചെയ്തിട്ടുണ്ടാകുക. ഇബ്രാഹിം കുട്ടി പറഞ്ഞു. ആ സമയത്തോ ഒട്ടേറെ ദേശത്തെ ചിട്ടം ഗ്രഹിക്കൂനി മിണ്ടാത്തവനായി. അത് അനക്കല്ലാത്ത ബിംബല്ലേ ഇബ്രാഹിം കുട്ടിയെ, ഓൻ എങ്ങനെ ഈ പരിപാടി ചെയ്യൂ? ആ സമയത്ത് കുട്ടി പറഞ്ഞു, ചെയ്യുമോ പോയത്തും നീയുമേ വിട്ടി, അയ്യോ സുജൂദിനോ ചെയ്യുക നീയേ. പിന്നെ എന്തിനാ ഞാൻ പ്രജകളോട് പട്ടാളക്കാരോടൊക്കെ അതിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുന്നത്, മിണ്ടാത്ത പോന്തന്റെ മുമ്പിൽ? അത് ശരിയല്ല. ആ സമയത്തോ രാജാവിന് മനസ്സിലായി ഈ ശൈഖ് ഇബ്ലീസ് പറഞ്ഞതാ ശരി, ഇവനെ ഇനി വിട്ടാൽ നമ്രൂദിന്റെ അധപതനത്തിന് അത് കാരണമാകുമെന്ന് മനസ്സിലാക്കിയപ്പോ കാരാഗ്രഹത്തിലച്ഛൻ ഈ കാര്യം ചർച്ച ചെയ്യാൻ കൂട്ടി വരുന്നേ, പലരും പലതപ്പോൾ പറഞ്ഞിടുന്നേ. ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് സിംഹാസനത്തിന് മുമ്പിൽ പട്ടാളക്കാരെയും മന്ത്രിമാരെയും പരിവാരങ്ങളെയൊക്കെ ഇങ്ങോട്ട് കൂട്ടി, എങ്ങനെ കൊല്ലണം ഇബ്രാഹിം കുട്ടിയെ. പിന്നെ അതായി ചർച്ച. ഓരോരുത്തരും ഓരോ കാരണം പറഞ്ഞു. ആ സമയത്ത് ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, രാജാവേ നിങ്ങൾ എനിക്കൊരു 50 സ്വർണ്ണ നാണയങ്ങൾ തന്ന ഞാൻ കൊല്ലാ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എങ്ങനെ കൊല്ല? രാത്രിയായ ഇബ്രാഹിം കുട്ടി ഇങ്ങനെ ഉറങ്ങൂല ജയിലിന്റെ ഉള്ളില്, ഞാൻ മെല്ലെ പോയിട്ട് വാളോട്ട് ഒരു കുത്തങ്ങോട്ട് കൊടുക്കാറ്. അപ്പൊ നമ്രൂദ് പറഞ്ഞു, എന്റെ തൊടണ മുറി കണ്ടപ്പോഴും ഉണങ്ങിയിട്ട് അവന്റെ അങ്ങനെ ചെല്ലാൻ പറ്റൂല. ഓരോരുത്തർ ഓരോ അഭിപ്രായം പറഞ്ഞു. അതിനിടയിൽ ഒരാള് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാറുണ്ട്, ആ ഇബ്രാഹിം കുട്ടി കണ്ടോ ഉണ്ട്, ആ ജയില് തുറക്കുന്നതോടുകൂടി മാറി നിന്ന് കോടാലി കൊണ്ട് വെട്ടിയാലോ ചോദിച്ചു. തുറക്കണോടുകൂടി അന്റെ തുടങ്ങി നന്നങ്ങോട്ട് കടിക്കും ഇബ്രാഹിം കുട്ടി കേട്ടോ. ആ സമയത്ത് ഇടയിൽ ശൈഖ് ഒന്ന് വന്നിടുന്നേ. വീണ്ടും കുരുത്തം കണ്ട ശൈഖ് കണ്ടോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. വീണ്ടും വന്നിട്ട് നമ്രൂദിനോട് പറഞ്ഞു, രാജാവേ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. എന്തേ മഹാനായ മനുഷ്യനെ വീണ്ടും ചോദിച്ചു. മഹാനായ മനുഷ്യൻ വീണ്ടും ചോദിച്ചു. ആ സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, വലിയൊരു തീക്കുണ്ടാരുണ്ടാക്കുക. വലിയൊരു തീക്കുണ്ടാരത്തിൽ ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം കുട്ടിയെ അതിലേക്ക് അങ്ങോട്ട് എറിയ. എന്ത് ചെയ്യും? അവിടെ നിന്ന് എന്തായാലും രക്ഷപ്പെടാൻ ഇബ്രാഹിം കുട്ടിയെ കൊണ്ട് കഴിയൂല രാജാവേ. നമ്രൂദ് രാജാവ് അതിനെ അനുകൂലിച്ചു. അതാ തീക്കുണ്ടാരം ഉണ്ടാക്കാൻ പറഞ്ഞു. അതിനിടയിലോ ഉമ്മമാരൊക്കെ അങ്ങനെ നേർച്ച ചെയ്യാൻ തുടങ്ങി. അയ്യോ എന്റെ തലവേദന മാറിയിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിമിനെ കത്തിക്കണ വിറകില് ആ തീക്കുണ്ടാരത്തിലേക്ക് 2 കെട്ട് വിറക് ഞാൻ കൊണ്ടുപോയിടാവേ ശൈഖേ നമ്രൂദേ രാജാവേ. ഉമ്മമാരൊക്കെ നേർച്ച അങ്ങനെ ഉണ്ടോ? പെട്ടെന്നല്ലേ നേർച്ച ചെയ്യലില്ലേ? പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാല് ഒരൊറ്റ നേർച്ച ചെയ്യല. നന്മയാണോ തിന്മയാണോ എന്നൊന്നും അറിയില്ല. തീരെയല്ലേ ചിലപ്പോ നായിക പ്രസവിക്കാൻ വേണ്ടി നേർച്ച ചെയ്യണ ഉമ്മമാരാണ്. അവൾക്ക് സുഖപ്രസവം ഉണ്ടെങ്കിൽ 10 പേര് ഞാനൊരു കോയിനെ കൊടുക്കാതെ ഉണ്ടാ. സ്വന്തം മകളോ മരുവളോ പ്രസവിക്കുകയാണെങ്കിൽ നേർച്ച ചെയ്യൂല അമ്മ. പിന്നെ ഇഖ്ലാസ് ഒന്നും ഇല്ലല്ലോ നമ്മുടെ ഉമ്മമാർക്കൊക്കെ. എന്തൊക്കെയേ ഒരു കാട്ടിക്കൂട്ടുക. നിസ്കരിക്കുമ്പോഴൊക്കെ എന്ത് ഇഖ്ലാസിലെ യാസീനൊക്കെ ഓതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫാത്തിഹ ഓതുകയാണെങ്കിലോ, ഇപ്പൊ ഫാത്തിഹ അങ്ങനെ ഓതാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ വലിയൊരു കൊതുക് ഇങ്ങനെ കടിക്കുക. കൊതുക് ഇങ്ങനെ കടിക്കുമ്പോ മാലികി യൗമിദ്ദീൻ അതോടുകൂടി നിസ്കാരം ഇയ്യാക്കി പോയില്ലേ. അക്കാര്യം ഇഖ്ലാസ് നമുക്കില്ല. അള്ളാഹു നിസ്കരിക്കുമ്പോ ഭക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലോണം നാമി പറഞ്ഞാണെങ്കിൽ എപ്പോഴും നമ്മൾ നിസ്കരിക്കുമ്പോ ഇഖ്ലാസോടുകൂടി നിസ്കരിക്കണം. ഇന്ന് മഗ്‌രിബ് നിസ്കരിക്കുമ്പോ വേറൊരു ചിന്തയും ഇല്ലാതെ നല്ല രീതിയിൽ നിസ്കരിച്ചോട് കൈവക്കിക്കാൻ വേറൊരു ചിന്ത ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പ് പറയണം. ഉണ്ടോ? കേട്ടാ ആരുമില്ല. ഇരിക്കും കൈവക്കാൻ കഴിയൂല. ഞാനൊന്ന് നിസ്കരിക്കുമ്പോ ഇനി എങ്ങനെയാണ് ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കാന്നുള്ള ബേജാറിരിക്കും. തീച്ചുളയിൽ വാടാത്ത പശു 5 ദിവസം പറഞ്ഞിട്ട് എവിടെ എത്താത്ത കഥയാണ്. 3 ദിവസം കൊണ്ടാണ് ഇപ്പൊ അവസാനിപ്പിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ 3ാമത്തെ റക്അത്തിലാണ് തീച്ചുളയിൽ വാടാത്ത പശു മുഴുവനായത്. നമുക്ക് ഇഖ്ലാസ് ഇല്ലല്ലോ. അള്ളാഹു ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തഖ്വ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നേർച്ചയൊക്കെ ചെയ്യാറില്ല. അതേ പറഞ്ഞു നേർച്ചയുടെ കാര്യം പറഞ്ഞു. ഓരോ ഉമ്മമാര് നേർച്ച ചെയ്യാണ്, ഇബ്രാഹിമിനെ കത്തിക്കണ തീക്കുണ്ടാരത്തിലേക്ക് 2 കെട്ട് വിറക് ഞാൻ ഇടത്തെ തലവേദന അങ്ങനെ നേർച്ച. പണ്ട് ഒരു നാട്ടില് മീൻ പിടിക്കാൻ പോയി 2 ചെറുപ്പക്കാര്. ഇവരുടെ നേർച്ച എന്തായിരുന്നു? ആദ്യം കിട്ടുന്ന മീന് ബദരീങ്ങൾക്ക് കൊടുക്ക. നേർച്ചതാണ്. ആദ്യം കിട്ടുന്ന വലിയ മീന് ബദരീങ്ങൾക്ക് കൊടുക്കാന്ന് നേർച്ച ചെയ്തു. ഇതുവരെ ആ ചെറുപ്പക്കാരൻ ഒരു മീന് കിട്ടിയിട്ടില്ല. കിട്ടാൻ വേണ്ടിട്ട് നേർച്ച ചെയ്ത ഈ ചൂണ്ടലിൽ എറിഞ്ഞു.
ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് എന്തൊക്കെ കൊത്തിയ പോലെ ചെറുപ്പക്കാരൻ വളരെ പ്രയാസപ്പെട്ടു കരയൊക്കെ കിട്ടട്ടപ്പോ സുബ്ഹാന ജല്ല ജലാലേ. ജീവിതത്തിൽ ഇത്രയും വലിയൊരു മീനെ മൂപ്പരെ കണ്ടിട്ടില്ല. നീർച്ച എന്തായിരുന്നു, ആദ്യം കിട്ടണ മീന് ബദരീങ്ങൾക്ക് കൊടുക്കാനായിരുന്നു. വലിയൊരു മീനെ കിട്ടി കരയത്ത് കിട്ടപ്പോ സുബ്ഹാനല്ലാഹ് മൂപ്പരെ മനസ്സ് ഞാൻ മാറുന്നു തുടങ്ങി. ഇത്ര വലിയ മീൻ ബദരീങ്ങൾക്ക് വേണോ ആവോ, അടുത്തത് കിട്ടണത് ബദരീങ്ങൾക്ക് കൊടുക്കുക കേട്ടാ. നീ വലുതായ പോലെ സ്വഭാവം മാറും. ഇത്ര വലിയ മീൻ എന്തായാലും ബദരീങ്ങൾക്ക് വേണ്ടി വരില്ല. ബദരീങ്ങൾ ചെറുതായാലും കുഴപ്പമുണ്ടാവില്ല പറഞ്ഞു. ഇത് കഷ്ടം പെട്ട് വീട്ടിൽ കൊണ്ടുപോയി പൊരിച്ചു തിന്നാണ്. ഇങ്ങനെ നെയ്യത്ത് വെച്ചോടുകൂടി മീനോ കേൾക്കേണ്ട താമസം വീണ്ടും മൂപ്പര് ഇളകി വള്ളത്തിൽ വീണ്ടും ആ മീനങ്ങോട്ട് പോയി. ആ സമയത്ത് തലമ കച്ചിച്ചിരി പണ്ടാര കുരിപ്പ് പറഞ്ഞു, ബദരീങ്ങൾക്ക് ഒരു തമാശ അറിയില്ലേ, ഞാനൊരു തമാശ പറഞ്ഞതായിരുന്നു എന്ന കാര്യങ്ങൾ. നല്ല നീർച്ചയല്ലേ, ഇങ്ങനെ നീർച്ച ആരും ചെയ്യരുത്. ഇവിടെ നീർച്ച എന്താ, എന്റെ തലവേദന മാറിയാല് ഇബ്രാഹിമിനെ കത്തിക്കുന്ന ആ തീക്കുണ്ടാരത്തിലേക്ക് 2 കെട്ട് വിറക് ഞാൻ ഇടാമെന്ന് പറയുന്നിട്ടോ. പെട്ടെന്ന് തീക്കുണ്ടം ഉണ്ടാക്കാനെത്തിയ ജനതകൾ ഒരുപാട് ചുമന്ന് കെട്ടുകളൊട്ടേറെ ഇട്ട കുഴിയിലും ഇത് എന്തൊരു കേട്. ചരിതം ഇതിനെ എഴുതുന്നുണ്ടൊരു നിസ് കിലോമീറ്റർ അതുപോ പിന്നെയും നിസ് അതിന്റെ വിധിയാണ്. എന്താകും തവീറ്റ പെട്ടെന്ന് തീക്കുണ്ടം ഉണ്ടാക്കാനെത്തിയ ജനതകൾ ഒരുപാട് ചുമന്ന് കെട്ടുകളും പേരിട്ടു കുഴിയിലും ഇത് എന്തൊരു കേട്. കത്തിച്ചു തീയാത ആളിപ്പടരുവാൻ വല്ലാത്ത തീയാണ്. ചൂടാലെ ചുറ്റിത്തിരിയും പറവകളൊട്ടേറെ പിണല്ലോ ആ തീയിൽ. പെട്ടെന്ന് തീക്കുണ്ടം ഉണ്ടാക്കാനെത്തിയ ജനതകൾ ഒരുപാട് ചുവന്ന് കെട്ടുകളും പേരിട്ടു കുഴിയിലും ഇത് എന്തൊരു കേട്. ശ്രദ്ധിക്കണേ, നമ്രൂദിന്റെ ആജ്ഞപ്രകാരം അതാ പട്ടാളക്കാര് വലിയൊരു കുഴി ഉണ്ടാക്കി. എന്നിട്ടോ ഒരുപാട് കെട്ട് വിറകുകൾ ആ കുഴിയിലേക്ക് കൊണ്ടുവന്നിട്ടു. എങ്ങനെ, കെട്ടുകൾ ഒട്ടേറെ ഇട്ട കുഴിയിലും ഇത് എന്തൊരു കേട്. ഒരുപാട് ആളുകൾ നീർച്ച ചെയ്തിട്ട് ഒരുപാട് വിറകിന്റെ കഷ്ണങ്ങൾ ആ കുഴിയിലേക്ക് കൊണ്ടുവന്നിട്ടു. എന്നിട്ടോ ചരിതം ഇതിനെ എഴുതുന്നുകൊണ്ടൊരു നിസ്ഫ് കിലോമീറ്റർ അതുപോൽ പിന്നെയും നിസ്ഫ് അതിന്റെ വീതിയാണ്. എന്താകും ഇത് ഹീറ്റർ. 3 കിലോമീറ്റർ വീതിയോട് കൂടിയുള്ള വലിയൊരു കുഴി. ശ്രദ്ധിക്കണേ, ഈ പട്ടാളക്കാരും പരിവാരങ്ങളും ചേർന്ന് കുഴി ഉണ്ടാക്കി. എന്നിട്ടോ അതിലേക്ക് കുറെ വിറകുകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടു എന്ന് മാത്രമല്ല കത്തിച്ചു തീയത ആളിപ്പടരുന്നു വല്ലാത്ത തീയാണ്. ഇതിനിടയിലോ ഇബ്ലീസിന്റെ ആജ്ഞപ്രകാരം അതാ വലിയൊരു ചൂട്ട് ഈ നമ്രൂദ് രാജാവ് കത്തിച്ചതിന് ശേഷം ആ തീക്കുണ്ടാരത്തിന്റെ നടുസെന്റർ മധ്യത്തിലേക്ക് ഈ തീയിന്റെ ആ ഒരു ഗുഹാഗുഹാകത്തിലേക്ക് ഇങ്ങോട്ട് വന്ന് വീഴേണ്ട താമസം ഒരൊറ്റ ആളിപ്പടരലോ. ഇത് കത്തിച്ചു തീയത ആളിപ്പടരുന്നു വല്ലാത്ത തീയാണ്. ചൂടാലെ ചുറ്റി തീരെയും പറവകളൊട്ടേറെ വീണല്ലോ ആ തീ. ഈ തീ അങ്ങോട്ട് ആളി പറയാൻ തുടങ്ങിയപ്പോ അങ്ങോട്ട് അന്തരീക്ഷത്തിൽ മുഖരിതമായപ്പോ മുകളിലൂടെ ഓടുന്ന പക്ഷി പറവകൾ ഒന്നൊന്നായി ചത്ത് അതിലേക്ക് ഇങ്ങനെ വീഴാൻ തുടങ്ങി. കിലോമീറ്ററുകൾ അപ്പുറമുള്ള പക്ഷി പറവകൾ പോലും ഇതിന്റെ ചൂട് സഹിക്കാതെ, കാരണം എന്റെ 3 കിലോമീറ്റർ വീതിയും 3 കിലോമീറ്റർ നീളമുള്ള വലിയൊരു തീക്കുണ്ടാരത്തിലേക്ക്, എന്റെ പ്രിയമുള്ളവരെ, ആ തീക്കുണ്ടാരത്തിലേക്കാണ് നമ്മുടെ ഇബ്രാഹിം നബിയെ അതാ കൊണ്ടുവരാൻ പോവുക. ഇതിനിടയിലോ വിദൂരത്തുനിന്ന് നമ്രൂദ് രാജാവ് ഈ തീയിനെ ഇങ്ങനെ നോക്കുമ്പോ അതിന്റെ പരിസരത്തേക്ക് പോകാൻ പോലും പറ്റുന്നില്ല. ഒരു 3 കിലോമീറ്റർ തീ ഇങ്ങനെ കത്തുമ്പോ അതിന് ചുറ്റുവട്ടത്തേക്ക് പോകാൻ പറ്റുമോ? അപ്പൊ നമ്രൂദിന് സംശയം, എങ്ങനെ ഇബ്രാഹിം കുട്ടി അതിലേക്ക് കൊണ്ടുപോയി പണ്ടാരടക്കം ഇടുക?
കാരണം പ്രയാസത്തിൽ കുറെ വിട്ടു നിൽക്കാനേ പറ്റുന്നുള്ളൂ. ആ സമയത്ത് വീണ്ടും ഇബ്ലീസ് നമ്രൂദിനോട് വന്നിട്ട് വന്നു, രാജാവ് നിങ്ങൾ ബേജാറാവേണ്ട, വലിയൊരു അമ്പും വില്ലും ഉണ്ടാക്കുക. ശ്രദ്ധിക്കണം, ഇങ്ങനെ കത്തിച്ചു തീ, അത് ആളിപ്പടരുന്നു, വല്ലാത്ത തീയാണ്. ചുറ്റിത്തിരിയും പറവകളുണ്ടല്ലോ വീണല്ലോ ആ തീയെ. ഇങ്ങനെയും അന്തരീക്ഷത്തിലുള്ള ഒരുപാട് പക്ഷിപ്പറവകള് അതിലേക്ക് വീഴുമ്പോ അതിന്റെ ചൂടിന്റെ കാഠിന്യം കൊണ്ടാണ് നമ്രൂദ് രാജാവേ, അതുകൊണ്ട് അതിന്റെ പരിസരത്തേക്ക് പോകാൻ ഏതായാലും പറ്റൂല. ഇബ്രാഹിം കുട്ടിയെ കൊല്ലാൻ ഒരൊറ്റ മാർഗമുള്ളൂ. എന്തേ? ഇബ്രാഹിം നബിയെ കൊല്ലാൻ ഒരൊറ്റ മാർഗമുള്ളൂ. വലിയൊരു അമ്പും വില്ലും ഉണ്ടാക്കിയിട്ട് ആ വില്ലിന്റെ തലപ്പത്ത് ഇബ്രാഹിമിനെ അങ്ങോട്ട് ഇരുത്തുക. എന്നിട്ട് പട്ടാളക്കാർ എല്ലാവരുമാണ് കൂടി ചേർന്ന് ഒറ്റ വലിയ അങ്ങോട്ട് വലിച്ചാല് ഇബ്രാഹിമും വില്ലും ഇതാ കിടക്കണോ ആ തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിൽ. കടാ, നല്ലൊരു ഐഡിയ ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുക. പണ്ടാരൊക്കെ ഒരു ഐഡിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഏതായിരുന്നാലും വലിയൊരു അമ്പുമില്ലുണ്ടാക്കി അതാ ഇബ്രാഹിം നബിയെ കാരാഗ്രഹത്തിൽ നിന്നും ജയിലിൽ നിന്നും ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് ആ ഒരു വില്ലിന്റെ സെന്ററിലേക്ക് വലിച്ചങ്ങട് കെട്ടി അമ്പിലേക്ക്. എന്നിട്ടോ ഈ കുണ്ടാരത്തിലേക്ക് ഇടാൻ പോവുക. നമ്രൂദിന്റെ ഉള്ളിൽ ഇങ്ങനെ പുഞ്ചിരിയായി. ഇബ്രാഹിമേ, ഞാൻ വീണ്ടും എന്നോട് അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഞാൻ റബ്ബാണെന്ന് ഇപ്പോഴും നീ പറഞ്ഞാല് നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. ഞാനാണ് റബ്ബ്, ഞാനാണ് നിന്റെ പടച്ചവൻ എന്ന് ഈ സെക്കൻഡിൽ നീ പറഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ട്. നോക്കാ തീയെ എടാ, എത്രങ്ങാനും പക്ഷി പറവകളാ അതിലേക്ക് വീണ് കഴിഞ്ഞത്. നിനക്ക് രക്ഷ വേണോ? എന്നെ നീ വിശ്വസിക്ക്. ഞാൻ റബ്ബാണ്, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ടെന്ന് പറഞ്ഞപ്പോ വീണ്ടും ഇബ്രാഹിം നബി പറഞ്ഞു, നമ്രൂദേ, എന്തൊക്കെ അക്രമങ്ങൾ അഴിച്ചുവിട്ടാലും ഈ വാപ്പാനെ കൊന്നവനാ. ഇടക്കിടക്ക് പറയും വാപ്പാനെ കൊന്ന നമ്രൂദിന് ഇങ്ങോട്ട് ദോഷം സഹിക്കാൻ പറ്റാതെ പട്ടാളക്കാരെ വേഗം അവനെ കത്തിക്കെന്ന് പറഞ്ഞിട്ട് അതാ ആ വില്ലിലേക്ക് അമ്പിലേക്ക് നമ്രൂദ് രാജാവും പട്ടാളക്കാരും ചെന്ന് ഇബ്രാഹിമിനെ ഇരുത്തിയതിനു ശേഷം ഈ കുണ്ടാരത്തിന്റെ ആ നടുവിലേക്ക് ഇബ്രാഹിം നബിയെ അതാ അവിടെ വന്നങ്ങോട്ട് വീടും. എന്താ മരിച്ചു പോകൂലേ? പാവല്ലേ, അല്ലാത്തൊരു തീയാണ്. മരിച്ചൂലേ? അപ്പൊ ഓമ്പരല്ലാതെ ആരെ മരിച്ചു എന്ന് പറഞ്ഞോല് കയ്യിൽ കാല് പൊക്കി, എന്നാ കൈ പൊക്കി. ഓനാകെ തിന്നേണ്ട കാര്യമുള്ളൂ. ഓനുണ്ട് തിന്നുകൊണ്ടിരിക്കുക. ഉമേറിന്റെ പോലെ വെറും തീറ്റ കാര്യം. AK-47 ഒരു കോഴിക്കുറവ് പോലെ ഒരു കോഴിക്കുറവ് കൊടുത്താലും ഓൻ ആട്ടി നിൽക്കൂല. അമ്മാര് തീറ്റ ഭണ്ഡാരക്കാണ്, ഭയങ്കര തീറ്റ. അള്ളാഹു അങ്ങനത്തെ തീറ്റ നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. നമ്മള് ജീവിക്കാൻ വേണ്ടിയിട്ടാ തിന്നേണ്ടത്. തിന്നാൻ വേണ്ടി ജീവിക്കണം. ഇവന്റെ പോലെ വേണം, വേണ്ട, അങ്ങനെ ജീവിക്കരുതിട്ടാരും ഓനത് കാരണം കളയും ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കണം, നമ്രൂദിന്റെ ആജ്ഞപ്രകാരം ഇബ്രാഹിം നബിയെ ആ തീക്കുണ്ടാരത്തിലെ ദിനവും പോയല്ലോ രാജര് കൈപായല്ലോ തിരുമനസേ സന്തോഷ പൂവിരിഞ്ഞല്ലോ ഇനി അവൻ അണയുകയും ഇല്ലല്ലോ ചിരിയവനായി കുഞ്ഞിനെയാത്തിലും ചുറ്റിലുമേറെയും എത്തിടുന്നേ വഴിയായ ജനതകളന്ത ഏവരും അത് മുതവിൽ കൂറുന്നു നരകമിതാനേ സെവന്തിലവും പോയല്ലോ രാജര് കൽബായല്ലോ തിരുമനസിൽ സന്തോഷം ഇനിയവൻ അണയുകയും ഇല്ലല്ലോ ചിരിയവനായേ സംഭവവും ഉണ്ടെന്ന് കേട്ടിടേ രാജരും ഇല്ലറാക്കം ചുറ്റും വന്ന കരാക്കം ആരത് രസകരമാണ് നബിയെ കഥയിൽ പാർക്കാം ദിനവും പോയല്ലോ രാജര് കൽബായല്ലോ തിരുമനസിൽ സന്തോഷം പൂവിരിഞ്ഞല്ലോ ഇനിയവൻ അണയുകയും ഇല്ലല്ലോ ചിരിയവനായേ
ശ്രദ്ധിക്കണേ, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 6 ദിവസം കഴിഞ്ഞു. 7ാമത്തെ ദിവസം ഇവിടെ പാടിയതുപോലെ 7 ദിനവും പോയല്ലോ, രാജര കൽമായല്ലോ. വീണ്ടും 7ാമത്തെ ദിവസവും അവൻ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് ദൂരേക്ക് ഇങ്ങനെ നോക്കുമ്പോ ആ തീയും വേണ്ടി ഇങ്ങനെ ആളി കത്തുകയാണ്. അതിന്റെ ഇടയിൽ ഇബ്രാഹിം എന്ന് പറയുന്ന ആ ദുഷ്ടൻ പോയിട്ടുണ്ടാവും എന്ന് ചിന്തിച്ചിട്ട് ചിരി അവനായി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇനി അവൻ അണയുകയുമില്ലല്ലോ, ചിരി അവനായി പൊട്ടി ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. അതിനിടയിലോ കത്തിടുന്ന ആ തീയും ചുറ്റിലും ഏറെയും എത്തിടുന്നു വയ്യായ ജനങ്ങളുണ്ട്. രാജാവിനോട് വന്ന് സങ്കടം പറഞ്ഞു, രാജാവേ ആ തീ ഇനി അണച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. പണ്ടാര രാജാവേ, എന്ത് തീയ, അത് കെടുന്നില്ലല്ലോ രാജേ. ഏതായാലും ഇബ്രാഹിം പോയില്ലേ, ഇനിയെങ്കിലും ആ തീയൊന്ന് നമുക്ക് കെടുത്താം. എത്തിടുന്നു വയ്യാതെ ജനതകളെന്ന് ഏവരും അത്ഭുതമിൽ കൂറുന്നു, നരകം ഇതാണോ? അതിന് കുറച്ച് ആളുകൾ പറഞ്ഞു, നരകറ്റാണോ ഇത്, എമ്മാരി ചൂടാ. നരകത്തെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നോക്കാണ് നിങ്ങൾ, ആ തീയിന്റെ പരിസരത്തേക്ക് പോകാൻ പറ്റുന്നില്ല. നാം ഉപയോഗിക്കുന്ന തീ തന്നെ നമുക്കൊന്ന് സഹിക്കാൻ പറ്റുമോ? അതിന്റെ 70 ഇരട്ടിയുള്ള ചൂടില് കത്തിക്കപ്പെടേണ്ട വറകുകളാണ് നമ്മൾ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും നമ്മള് അല്ലാഹുമ്മ അജുർനി മിനന്നാർ, അള്ളാഹുവെ നരകത്തെ തൊട്ട് എന്നെ കാക്കണേ, എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ദിവസത്തിൽ ഒരു 313 വട്ടം ചുരുങ്ങി എന്റെ ഉസ്താദ് പറയാറുണ്ട്. അള്ളാഹു ആ നരകത്തെ തൊട്ട് നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാന്റെ റസൂല് ശ്രദ്ധിക്കണം, കടയിൽ നിന്ന് വഴുതി പോവില്ല. നരകത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറയാം. അള്ളാന്റെ റസൂല് മിഅ്റാജിന്റെ രാവിലെ 7 ആകാശം ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോ സ്വർഗം കണ്ടിട്ട് സഹാബാക്കളോട് പറഞ്ഞു, സഹാബ എന്താ സ്വർഗത്തിലെ അവസ്ഥ? ആനന്ദകരമായ ഭക്ഷണം, സുഖാനുഭൂതികൾ, സ്വർഗത്തിൽ ഹൂർലിങ്ങൾ, ഇതെല്ലാം സ്വർഗത്തിലുണ്ട്. അതിനുശേഷം ഞാൻ ആ നരകത്തിലേക്കൊന്ന് എത്തി നോക്കുമ്പോ അതിൽ നിറച്ച് സ്ത്രീകളാണ് സഹാബ. ആ നരകത്തിലേക്ക് ഞാൻ ഒന്ന് എത്തി നോക്കുമ്പോ അതിൽ മുഴുവനെയും ഞാൻ സ്ത്രീകളെയാണ് സഹാബ. നരകത്തിലേക്ക് അല്ലാഹു റസൂൽ ഒന്ന് നോക്കുമ്പോ അതിൽ മുഴുവനും സ്ത്രീകളാണെന്ന് ലോകത്തിന്റെ മുത്ത് ഹബീബുനാ റസൂലുള്ളാഹി. ഏതാണ് ആ സ്ത്രീകൾ? അല്ലാഹു ആ സ്ത്രീകളെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ സഹാബാക്കള് ചോദിച്ചു, നബിയേ ഏതാണ് ആ വിഭാഗം? ഇത്രത്തോളം കഠോരമായ നരകത്തിലകപ്പെട്ട സ്ത്രീകൾ ഏതാണെന്ന് ചോദിക്കുമ്പോ ലോകത്തിന്റെ മുത്ത് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ നാരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുന്ന കഅസ്മിനത്തിൽ ബഖത്തിൽ മായിലാ ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദന റിഹാ വഇന്ന റിഹാ ലതൂജദ മിൻ കസീറത്തി കദാ വകദാ. ചില സ്ത്രീകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നരകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ്. ആ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഏതാണ് നബിയേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, നിസാഉൻ കാസിയാത്തുൻ നാരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുന്ന കഅസ്മിനത്തിൽ ബഖത്തിൽ മായിലാ. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ തുടങ്ങി. കണ്ണുനീരോടുകൂടി സഹാബാക്കളോട് പറഞ്ഞു, സഹാബ ഏതാണ് ആ വിഭാഗം എന്നറിയുമോ? തന്റെ ഔറത്തുണ്ടല്ലോ, തന്റെ ശരീരം മറ്റുള്ള പുരുഷന്മാര് കാണാൻ വേണ്ടി കൊഞ്ചിക്കുഴഞ്ഞ് നടക്കുന്ന പെങ്ങളെ ശ്രദ്ധിച്ചോ, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച ഒരു വിഭാഗമാണ്. അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയാൻ തുടങ്ങി, ബോഡി ഫിറ്റ് പർദ്ദ ധരിക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ നരകത്തിൽ അകപ്പെടേണ്ട വിറകുകളാണ് നിങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗത്തിൽ കിടക്കാൻ അവർക്ക് കഴിയൂല സഹാബ, മറിച്ച് സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ലെന്ന് ലോകത്തിന്റെ മുത്ത് ഹബീബുനാ റസൂലുള്ളാഹി. ബോഡി ഫിറ്റ് പർദ്ദ ധരിക്കുന്ന പെണ്ണുങ്ങൾ, നൈസായ വസ്ത്രം ധരിക്കുന്ന, നെറ്റിന്റെ ചുരിദാർ ധരിക്കുന്ന പെണ്ണുങ്ങൾ, സാരിയൊക്കെ എടുത്തിട്ട് വല്ല അലങ്കാര വസ്തുവായിട്ട് അന്യ തറവാട്ടുമുറ്റത്ത് നമ്മൾ സൽക്കാരത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം ഏതാ? ഒരു പുരുഷൻ തന്നെ നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ നടത്തം മാറി, രൂപം മാറി, ഭാവം മാറി. കൊഞ്ചിക്കുഴഞ്ഞ് നടക്കുന്ന എന്റെ സഹോദരിമാരെ ശ്രദ്ധിച്ചോ, പറക്കൽ പുറായിലുള്ള എന്റെ ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച ഒരു വിഭാഗമാണ്. അവർക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ലെന്ന് താജ്ദാരേ മദീന നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സഹോദരിമാർ ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത് വസ്ത്രധാരണയിൽ മോശപ്പെട്ട വസ്ത്രങ്ങൾ. ഇപ്പോഴോ നമ്മുടെ നാട്ടിൽ ഫർദയാണ്. ഇപ്പൊ പറയണത് സാറേ ഞങ്ങളൊക്കെ ഫർദ ധരിക്കണം. ആ ഫർദയെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചത്. ബോഡി ഫിറ്റ് ഫർദ. ഫർദയൊക്കെ നമ്മൾ നല്ലൊരു ഫാഷനായിട്ട് നമ്മൾ കാണുമ്പോൾ, ഞാൻ കാസർഗോഡിനടുത്ത് മുള്ളേരിക്കടുത്ത് 5 ദിവസത്തെ ബദർ പാടാൻ വേണ്ടി പോയി. ഓരോ നാടിന് പോയി പറയുമ്പോൾ ഓരോ നാടിനെ പറ്റി കുറ്റം പറയില്ല. ഞാൻ കണ്ടത് പറയും. കണ്ടത് പറഞ്ഞവർക്ക് കഞ്ഞില്ല, ഞാൻ കഞ്ഞി എനിക്ക് വേണ്ടാതിരിച്ചിട്ടാണ്.
കാസർഗോഡ് ഭാഗത്ത് പരിപാടിക്ക് പോകുമ്പോ അത് അവിടെ ഇങ്ങനത്തെ കുറച്ച് ആളുകളൊന്നും അല്ല കേട്ടോ, സദസ്സ് വലിയ സദസ്സാവും, നല്ല പിരിവൊക്കെ പിരിഞ്ഞോടെ 5 ദിവസം മദ്രസക്ക് വേണ്ടിയിട്ട്. സഹോദരിമാരുടെ ഭാഗത്തേക്കൊന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് മുഴുവനും ഫർദയാണ്. ഒരു പെണ്ണ് പോലും ചുരിദാറോ സാരിയോ ഞാൻ കണ്ടിട്ടില്ല. അവിടെയാണ് സംഘാടകർ പറഞ്ഞ ഉസ്താദേ ഇവിടെയാണ് 67,000 രൂപയുടെ ഫർദ ഇറങ്ങിയത്. നോക്കാൻ 67,000 രൂപയുടെ ഫർദ കണ്ടിക്കണം. നമ്മുടെ പെണ്ണുങ്ങളൊന്ന് ഫർദ വാങ്ങി കൊടുക്കാൻ പറഞ്ഞാൽ ഒരു 700-500 രൂപ തന്നെ കിട്ടുമെന്ന് നോക്കും. അത് കീറിപ്പോയി ഞാൻ തുന്നിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മളെ അവസ്ഥ. 67,000 രൂപയുടെ ഫർദ കാസർഗോഡ് ജില്ലയിലാണ് ഇറങ്ങിയത്. എന്തേതിന്റെ പവർ? ഞാൻ ചോദിച്ച സംഘാടകരോട് എന്താ ഈ 67,000 രൂപയുടെ ഫർദക്ക് ഇത്ര പ്രത്യേകത? അപ്പൊ പറഞ്ഞു അതിന്റെ മുമ്പിൽ സ്വർണത്തിന്റെ ഒരു ഫ്ലവർ ഉണ്ട്, പൂവുണ്ട്, പൂക്ക്. ആ പൂവിനാണ് വില എന്നാ പറയുന്നത്. നോക്കാണെ നിങ്ങൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയോ പട്ടിണിയും പരിവട്ടമായി ഒരു ദിവസം പോലും വയറ് നിറച്ച് ഉണ്ണാനില്ലാതെ സോമാലിയിലും മറ്റൊക്കെ എത്രയോ പാവങ്ങളെ പട്ടിണി പാവങ്ങളായി നടക്കുമ്പോൾ 67,000 രൂപ വർദ്ധിച്ചിട്ടാണ് നമ്മൾക്ക് നടക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തിയത് അല്ലദീന യുദൂനുൽ ജീറാൻ, അവർ നരകത്തിന്റെ അവകാശിയാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുപോലത്തെ 70ഓളം ഇരട്ടി വരുന്ന തീയാണ്. നോക്കണം നിങ്ങൾ, നമ്രൂദിന്റെ ഭയാനകമായ ആ തീയിൽ ഇബ്രാഹിം നബി ഇട്ടിട്ട് 7 ദിവസമായിട്ടിട്ട്. അതുകൊണ്ട് നമ്രൂദ് രാജാവിനോട് വന്നിട്ട് സങ്കടം പറഞ്ഞു, രാജാവേ ആ തീയിന്റെ കാഠിന്യം കൊണ്ട് പരിസരത്തൊന്നും ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റണില്ല രാജാവേ, ഏതായാലും ഇബ്രാഹിം നബി അവസാനിച്ചിട്ടുണ്ടാവും, ഇനിയെങ്കിലും നിങ്ങൾ ആ തീ കെടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവവും ഉണ്ടെന്ന് കേട്ടിടേ രാജനം ഇല്ല ഉറക്കം ചുറ്റും വന്ന് കറക്കും. 7ാമത്തെ ദിവസം ഏതായാലും നാളെ നേരെ പുലർന്ന തീ മുഴുവൻ കെടുത്താം എന്ന് പറഞ്ഞിട്ട് അന്ന് ഇങ്ങനെ ഉറങ്ങാൻ കിടന്നു. ഉറങ്ങിയിട്ട് കണ്ണുകളെ ഇമ വെട്ടിക്കൊണ്ട് ആ ഉറക്കം മെല്ലെ മന്ദമാരുതന്റെ തലോടലുകൾ ഏറ്റുകൊണ്ട് ഉറക്കത്തിലേക്ക് മെല്ലെ വഴുതി വീണ് ഊർക്കം വരെ ഞങ്ങൾ ഉറങ്ങാൻ തുടങ്ങി. ഉറങ്ങി എന്ന് മാത്രമല്ല, പെട്ടെന്ന് രസകരമാണ് ഈ നബിയിൽ കഥ ഇത് പാർക്കാം. സ്വല്പ സമയം കഴിഞ്ഞപ്പോ നമ്രൂദേ ഒരു വിളി ഇങ്ങനെ കേൾക്ക. അപ്പൊ ഒന്ന് ചാടി എഴുന്നേറ്റ് ആരും കാണാല്ല. വീണ്ടും ഉറങ്ങും, വീണ്ടും വിളിക്കും നമ്രൂദേ. അപ്പൊ വീണ്ടും ഒന്ന് ചാടി എഴുന്നേക്കും. ചുറ്റുപാട് ആരും കാണാനില്ല. തൊട്ട റൂമിലെ മകളുണ്ട്, ടിവിയുണ്ട്. അപ്പൊ അവിടെ വന്നിച്ചു, മോളെ ഇന്നെ വിളിച്ചോ? ഇല്ല പിതാവേ. ഇന്നാരോ നമ്രൂദേ എന്ന് വിളിക്കണ പോലെ. ഇപ്പൊ ഞാൻ വിളിക്കണേ തന്നെ പിതാവേ എന്നല്ലേ വിളിക്കോ? പേരെന്തായാലും വിളിക്കൂലല്ലോ. വീണ്ടും ഉറങ്ങി. അപ്പോഴോ വീണ്ടും ഉറങ്ങാൻ കിടന്നപ്പോ ഞാൻ മരിച്ചില്ലെന്ന് ആണയിട്ടോതുന്നവർ ഇത് ശരിയാണോ നോക്കാൻ എത്തിയവനും. അതിനുശേഷം വിളിയല്ല, നമ്രൂദേ ഞാൻ മരിച്ചിട്ടില്ലടാ. ചാടി എഴുന്നേച്ച് ഇബ്രാഹിം നബി വന്നിട്ട് പറയണേ, നമ്രൂദേ ഞാൻ മരിച്ചിട്ടില്ലടാ. ഒരൊറ്റ വലിയ. പിന്നെ ആ വലിയ ഇറക്കി കൊടുത്തത് മകളാ. പേടിച്ചിട്ട് ഞാൻ മരിച്ചിട്ടില്ല എന്ന് ഇബ്രാഹിം നബി വന്ന് പറയുന്നത് പോലെ തോന്നി. അത് ശരിയാണോ നോക്കുവാൻ എത്തി അവനും. ആ തീക്കുണ്ടാരത്തിന്റെ സമീപത്തേക്ക് നമ്രൂദും ഒപ്പമിൽ ഉണ്ടവന്റെ മോളാം അവളും. ഒരു ചെറിയൊരു ധൈര്യത്തിന് മകളെയും കുട്ടി, റഹത്ത് ബീവിനെയും കുട്ടി നമ്രൂദ്. രണ്ടുപേരും തീയിന്റെ പരിസരത്ത് വന്നിട്ട് നമ്രൂദ് ഒരൊറ്റ വിളിയാണ്, ഇബ്രാഹിമേ. ഒരൊറ്റ വിളിയാണ്. അപ്പൊ തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിൽ നിന്ന് എന്തേ ഇബ്രാഹിമേ നിങ്ങൾ വിളിച്ചപ്പോ തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിൽ എന്തേ ബക്കറ്റ് ഒരു മാത്രമേ ഞാൻ എന്തേ ഇബ്രാഹിം ബക്കറ്റ് പൊട്ടി ബക്കറ്റ് ഒന്നും മാറ്റിയിട്ടില്ല. മൂല്യങ്ങൾ അൽസലാമ വാട്സപ്പ് ഗ്രൂപ്പ് പേരൊക്കെ നല്ല പേരെ, പക്ഷെ പൊട്ടി ബക്കറ്റ് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തിനു വേണ്ടിട്ട് ബക്കറ്റ് മാറ്റാനോ? ഞാൻ ബർക്കത്തിന് വേണ്ടിട്ടാ, ബക്കറ്റ് മാറ്റാനല്ല. ബക്കറ്റ് മാറ്റാനാ ആമീൻ പറഞ്ഞു, ബർക്കത്തിനല്ല. ഒരു ദിവസം കൂടി ഉള്ളൂ, എന്നാ പോകുമ്പോ പൊട്ടിച്ചളി. കവർ കൊടുത്തിരുന്നില്ല എന്താ നിങ്ങള്? അത് വാങ്ങണില്ലേ? അതിന്റെ കൂടെ ഇട്ടിട്ട് അടി തപ്പണ്ട, അത് വേണ്ട. അതുപോലെ വലിയ വളവന്മാരോ നമ്മളിപ്പോ കുറെ കണ്ടതല്ലേ. ആദ്യം നിങ്ങള് അതിൽ ടിൻ കളശടി കവർ ഇട്ട് പോകരുത് കേട്ടോ. കവർ വിട്ട് അടിയ വെറുതെ പറഞ്ഞതാണ്. കാരണവന്മാര് പാവങ്ങളാണ്, മഹാപാവങ്ങളാണ്. അള്ളാഹു ഇതിലേക്ക് സഹായിച്ച് സഹകരിച്ച എല്ലാവർക്കും
അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കഥാനായകൻ ഇബ്രാഹിം നബിയുടെ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ മനസ്സാവാച കർമ്മണ എന്തൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ടോ അർഹമുറഹിമായ ജബ്ബാറായ രഹസ്യദായ അല്ലാഹു അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടുകൂടി നമുക്ക് അവസാനം ദുആ ചെയ്യാം. സമയം ഏകദേശം അവസാനമായിട്ടുണ്ട്. ഏതായിരുന്നാലും നന്നായിട്ട് നിങ്ങൾ സംഭാവന ചെയ്യാം. ഇന്നലെ മിനിഞ്ഞാന്ന് ടെൻകാശിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഇന്നലെ 313 കൊരാളുകൾ ചെയ്തോ ചെറുക്കത്തുള്ള മതിയരെ എവിടെ നമ്മള് ഉദവിയെ ഒക്കെ എന്താ മറിഞ്ഞു നടക്കുന്നത്. ഇന്നലെ 313 കുറെ പെണ്ണുങ്ങൾ ചെയ്തോ സ്വർണ്ണം മുതലും കിട്ടിയില്ലല്ലോ. എന്റെ പമ്പറന്നോളെ ഞങ്ങൾ നല്ല കഷ്ടങ്ങളാണ്. അടുത്ത സ്റ്റേജിൽ കൊല്ലത്താണ് ഇൻഷാ അല്ലാഹ് നാളത്തെ കഴിഞ്ഞ പരിപാടി. അവിടെ പോയിട്ട് ഞാൻ അങ്ങനെ പറയേണ്ടത് അർക്കപ്പുറയിൽ പോയിട്ട് ഒരു സ്വർണ്ണം കിട്ടിയിട്ടില്ല മഹാമാരെ എന്ന് പറയുന്നത്. കാണിങ്ങൾ ഒരു സ്വർണത്തിന്റെ പൊട്ട് ഏതാണ് ആ ഭാഗ്യവതി? അവൾക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ചിട്ട് ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തി കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. ഒരു കുഞ്ഞുമാനും വാങ്ങാൻ ഒന്ന് വെറുതെ പോയാക്ക. ഏതെങ്കിലും ഇഖ്ലാസ് ഉള്ള സ്ത്രീകൾ എല്ലാ നാട്ടിലുണ്ട്. മാത്രമല്ല ഇന്നലെ മമ്പറ ഞങ്ങളെ സമീപത്തേക്കൊക്കെ പോയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പോയിട്ട് നന്നായിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ തേൻകുപ്പി കുറെ ആളുകൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ട്. അത് നിങ്ങളെ സമീപത്തേക്ക് കൊണ്ടുവരണം. ഒരു മാണിക്കത്തിന്റെ അവിടെ വന്നാൽ എത്തിച്ചുകൊണ്ട് വന്നാ എടോ നല്ലൊരു കുട്ടി. എന്തെന്റെ പേര്? കുഞ്ഞാവേ പ്രവാസ് അൽഹംദുലില്ലാ നല്ല പേരാ. മണി ഇങ്ങനെ പോയിക്കാണ് അവിടെ വയറളയിക്കുന്നു. വയറളയിക്കുന്നു മൈക്കട വയറാണ് തെറ്റിയിരിക്കണ്ട. അങ്ങോട്ട് പോയി അതാ സൗദരിമാരെ ഭാഗത്തേക്കൊന്ന് പോയേക്കും. ഒരു സ്വർണത്തിന്റെ പൊട്ട് ആരെങ്കിലും ഒരു തരും. അത് വാങ്ങിയിട്ടുണ്ട് പോയത്. ഏതാണ് ഭാഗ്യവതി? അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതിട്ട് ഇൻഷാ അല്ലാഹ് ഈ സെക്കൻഡിൽ 10 സലാത്ത് ഈ സദസ്സിനെ കൊണ്ട് ചൊല്ലിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. ഒരു സ്വർണത്തിന്റെ പൊട്ട് എല്ലാ ഭാഗത്തും എനിക്ക് കിട്ടാറുണ്ട് എന്നൊരു അഹങ്കാരമായിട്ട് പറയില്ല. അത് അള്ളാന്റെ വലിയൊരു തൗഫീഖാണ്. എന്റെ ഉസ്താദിന്റെ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ടാണ്. നമുക്കറിയാം ചെമ്പലങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈലി പട്ടിക്കാട് ജാമിഅ കോളേജിൽ നിന്ന് ആദ്യത്തേതോ രണ്ടാമത്തെ ബാച്ചില് ഫൈസി ബിരുദം നേടിയ ഉസ്താദാണ്. ഇന്നും 94 വയസ്സോടുകൂടി കൊടുമുണ്ട ജലാലിയ ആ കോളേജിൽ ഇന്നും ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്. നമുക്കറിയാം സ്വന്തമായി കബർ കുഴിച്ചു വെച്ച മഹാനാണ്. അള്ളാഹു ഉസ്താദിന്റെ ഹഖ്ജാഹ് ബർക്കത്ത് കൊണ്ട് ആരാണോ ഒരു സ്വർണത്തിന്റെ പൊട്ടി സദസ്സിലേക്ക് കൊണ്ടുവരുന്നത് റഹ്മുറഹീമായ മലിക്കുൽ ജബ്ബാറായ രഹസ്യദായ അല്ലാഹുവേ ക്യാൻസറിനെ പോലെയുള്ള എയ്ഡ്സിനെ പോലെയുള്ള മാരകമായ രോഗം കൊടുത്തുകൊണ്ട് ആ സഹോദരിയെയും കുടുംബത്തെയും നീ പരീക്ഷിക്കല്ല അല്ലാഹുവേ. ഈ സദസ്സിലേക്ക് സ്വർണം തന്നതിന് പകരമായി നിന്റെ സ്വർഗം കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ആ സ്വർഗത്തിൽ ഫാത്തിമ ബീവിയുടെ കൂടെ ഖദീജ ബീവിയുടെ കൂടെ നഫീസത്തുൽ മിസ്രിയുടെ കൂടെ സ്വർഗത്തിൽ ഉല്ലസിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഏതെങ്കിലും ഒരു സഹോദരി മനസ്സ് ഇഖ്ലാസോടുകൂടി എന്തെങ്കിലും ഒരു സ്വർണത്തിന്റെ പൊട്ട് വേഗം കിട്ടിയോ? എവിടെ കുട്ടി? ഇനിയും കാണാല്ല, സ്വർണം കാണാല്ല. ഇഖ്ലാസ് ഇല്ലാതെ തോന്നുന്നില്ലേ സദഖത്തുള്ള? ഇനി ഏതായാലും അവിടെ നിന്ന് ആരുണ്ട് അല്ലേ? അവിടെ നിന്ന് ആരും വിളിക്കുന്നുണ്ട്. മാനേജർ അങ്ങോട്ട് പോയേക്കാം. എവിടുന്നേലും ഒന്ന് കിട്ടും തോന്നുന്നു. ശരി അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഏതാണ് ആ സഹോദരി ഭാഗ്യവതി? അവസാനം ഇൻഷാ അല്ലാഹ് നമ്മുടെ KTM ദാരിമി കുമ്മണ്ണ ഉസ്താദിന്റെ പ്രത്യേകിച്ചുള്ള ഭയഭക്തിയോടുള്ള പ്രാർത്ഥനയുണ്ട്. അതിലുപരിയായി ഒരു ഫാത്തിഹയുടെ പേരിൽ ഫാത്തിഹ 10 സ്വലാത്തും ചൊല്ലിട്ട് ആ സഹോദരിക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാണ്. എവിടെ വേഗം കൊണ്ടിരിക്കും സമയം. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് സലാത്ത് ചൊല്ലിക്കണേ. 10 സലാത്ത് ചൊല്ലുന്നതിന് മുമ്പ് അതിൽ സ്വർണത്തിന്റെ പൊട്ടി ഇൻഷാ അല്ലാഹ് അവിടെ വരുമായിരിക്കും. ചൊല്ലി സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ اللهم صل على محمد يا ربي صل عليه وسلم. തന്നില്ലല്ലോ? അപ്പം കിട്ടിയില്ലേ? കിട്ടി കണ്ടോ? കൊണ്ട് വന്നാണ്ട് അത് കിട്ടുവേ. നമുക്കറിയില്ലേ മാണിക്ക കല്ലുകളാണ് തരുവേ. എത്ര കുറെ കിട്ടിക്കണ, കുറെ വാങ്ങിങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. പ്രവാസ് പോയിട്ട് ഏതായാലും വെറുതെ ആയില്ല. അല്ലാ നോക്കാണ് നിങ്ങൾ എത്രങ്ങാനും സ്വർണ്ണം അണ്ടാ. ഒരു സ്വർണ്ണം ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഒന്ന് എഴുന്നേറ്റെന്നാണ് എല്ലാവരും. പ്രവാസാനക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥന. അല്ലാഹു ഈ കുട്ടിക്ക് നാഫിയായിരുന്ന കാമിലായൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പിതാവിനും മാതാവിനും കുടുംബങ്ങൾക്കും നാടിനും ഉപകാരപ്രദമായ കുട്ടിയായി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാസം നോക്കാണ് നിങ്ങൾ
എത്രങ്ങാനും സ്വർണ്ണം. എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ആ സഹോദരിക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് ബദരീങ്ങളുടെ പേരിൽ ഫാത്തിഹ പോവുക. ഇലാ ഹളറാത്തി അസ്ഹാബിൽ ബദരീൻ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇൻഷാഅല്ലാഹ്. റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹുവേ, അല്ലാഹുവേ, ഒരു സഹോദരി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്വർണ്ണമാണ് അല്ലാഹുവേ. ആ സ്വർണ്ണ നാണയം ഇതാ മഹത്തായ സദസ്സിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട് അല്ലാഹുവേ. ആ സഹോദരി ആരെന്ന് നിനക്കറിയാം. ആ സഹോദരിയുടെ മനസാന്തരത്തിൽ എന്തെല്ലാം നേറുന്ന പ്രശ്നങ്ങളുണ്ടോ അല്ലാഹുവേ. അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹദീങ്ങളുടെ ഹൈവരിങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ലാഹുവേ. ഇബ്രാഹിം നബി നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലിട്ടതുപോലെ ആ നരകത്തെ തൊട്ട് ആ സഹോദരിയെയും കുടുംബത്തെയും നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. ഭർത്താവ് മൊത്ത് മക്കളൊത്ത് ഒരുപാട് കാലം ദുനിയാവിൽ ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ആയുരാരോഗ്യത്തോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ക്യാൻസർ, എയ്ഡ്സിനെ പോലെയുള്ള ജനങ്ങൾ അറക്കുന്ന വെറുക്കുന്ന രോഗം കൊടുത്തുകൊണ്ട് ആ കുടുംബത്തെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും അല്ലാഹുവേ നിന്റെ പുണ്യ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിയുറങ്ങുന്ന മദീനയിൽ വന്നുകൊണ്ട് ഒരു സലാം പറയാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ആ സഹോദരിക്കും കുടുംബത്തിനും നീ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഹബീബ് കോരി കൊടുക്കുന്ന പാലിനേക്കാൾ മേന്മയുള്ള തേനിനേക്കാൾ മാധുര്യമുള്ള ഹൗദുൽ കൗസർ ഒരു ടീസ്പൂണെങ്കിലും ആ ഹബീബിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാൻ ആ സഹോദരിക്കും കുടുംബത്തിനും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഖബർ ശിക്ഷയെ തൊട്ട് ആ സഹോദരിയെയും കുടുംബത്തെയും ഞങ്ങളെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മീസാൻ എളുപ്പമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, സിറാത്ത് മൃദുലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളെ നാഫിയായ കാമിലായ അക്കൾ കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. അവസാനം പ്രത്യേകിച്ച് ദുആ ചെയ്യാം. കുറേ സ്വർണ്ണം തന്നിട്ടുണ്ട്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇനി ആർക്കെങ്കിലും ഇങ്ങനെ അവസരം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് കൊടുക്കുക. അവസാനം ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്താൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നോക്കുക, നിങ്ങൾ അതുകൊണ്ട് കൊടുത്തോളൂ. കഥ തുടങ്ങാണ്. എവിടെ നമ്മുടെ എവിടെ ആ തേൻകുപ്പിയും കൊടുത്തോളൂ ഇൻഷാ അല്ലാഹ്. ഇന്നലെ മമ്പർ തങ്ങൾ ഉപ്പാപ്പന്റെ വളർത്തിൽ വെച്ച് മന്ത്രിച്ചൂരിയതാണ്. എല്ലാവരും കൊടുത്തോളൂ ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും നല്ലൊരു സംഭാവന 313 ആക്കണമെങ്കിൽ 200 250 200 ഇരുന്നാത്തിന് സംഭാവന ഇട്ട് കൊടുത്തോളൂ ഇൻഷാ അല്ലാഹ്. സമയങ്ങളുണ്ട്, ഒരുപാട് അവരെ ബുദ്ധിമുട്ടിക്കണ്ട. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കൊടുത്തായിട്ടോ ഇൻഷാ അല്ലാഹ്. നമുക്കതിന് വല്ലാത്തൊരു സംശയം. കാരണം 7 ദിവസമായി ആ ഭയാനകമായ തീക്കുണ്ടാരത്തിൽ ഇട്ടുപോന്നിട്ട് ഞാൻ മരിച്ചിട്ടില്ലെന്ന് ആണയിട്ടോന്നുന്ന ഇത് ശരിയാണോ എന്ന് നോക്കാൻ സ്വന്തം മകളായ റഹ്ലത്ത് ബീവിയെയും കൂട്ടിയിട്ട് തീക്കുണ്ടാരത്തിന്റെ സമീപത്ത് അടുത്തേക്ക് പോകാൻ പറ്റിട്ടില്ല. അതിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് ഇബ്രാഹിം അങ്ങോട്ട് വിളിച്ചപ്പോ തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിൽ നിന്ന് ഒറ്റ വിളിയ. ഈ സമയത്ത് മകളോട് പറഞ്ഞ പൊന്നെ ഒന്നുകൂടി ഉദിക്കാച്ച് ബേജാറായിട്ടുണ്ട്, ഇന്നങ്ങോട്ട് മന്ത്രിച്ച് ഉദിക്കാച്ച് ആകപ്പാടെ ബേജാറായിട്ടുണ്ട്. ഇതിനിടയിലോ റഹ്ലത്ത് ബീവി ചോദിച്ചു, ഇബ്രാഹിം എന്ന് വിളിച്ചപ്പോ എന്തേ എന്ന് ചോദിച്ചപ്പോ വീണ്ടും ചോദിച്ചു, ഇത് ശരിയാണോ നോക്കുവാൻ എത്തി അവളും. ഈ തീയിന്റെ സമീപത്തേക്ക് ഇബ്രാഹിമിനെ വീണ്ടും ഈ റഹ്ലത്ത് ബീവി വിളിച്ചിട്ട് ചോദിച്ചു, ഇബ്രാഹിമേ ഞാൻ നിന്റെ സമീപത്തേക്ക് വരട്ടെ? നോക്കാണ് നിങ്ങൾ. റഹ്ലത്ത് ബീവി ചോദിച്ചു, ഞാൻ ആ തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിലേക്ക് വരട്ടെ, ശരിയാണോ എന്ന് നോക്കാൻ. ആ സമയത്ത് നമ്രൂദ് പറഞ്ഞു, ഇബ്രാഹിം മാജിക്കാ കാട്ടുന്നത്, പെണ്ണെ അങ്ങോട്ട് പോണ്ട, നീ തീക്കുണ്ടാരത്തിലേക്ക് പോണ്ട, ചാടണ്ടാന്ന് പറഞ്ഞപ്പോ പെണ്ണെ ചാടണ്ടാന്ന് ഇങ്ങോട്ട് നമ്രൂദ് പറയേണ്ട താമസം പെണ്ണൊരു ഒറ്റ ഓട്ടം. ഇതിനിടയിലോ ഈ പെണ്ണ് ആ തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിൽ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തീച്ചുളയിൽ വാടാത്ത പുഷ്പം. നോക്കിയാ നിങ്ങളെ, തീച്ചുളയിൽ വാടാത്ത പുഷ്പം പോലെ ഇബ്രാഹിം നബി പുഞ്ചിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം എന്തേ? ആ തീക്കുണ്ടാരത്തിലേക്ക് ആ അമ്പ് കൊണ്ടും വില്ല് കൊണ്ടും ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് ഇടേണ്ട താമസം സർവശക്തനായ അല്ലാഹു മലായികതീങ്ങളോട് പറഞ്ഞു, ഖുൽയാനാറുകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. വിശുദ്ധ ഖുർആനിലെ ആയത്ത് കേട്ടിട്ടില്ലേ?
തീയിനോട് പറഞ്ഞു കുയ്, ഏ തീയേ, അവിടേക്ക് വരുന്നത് എന്റെ സൃഷ്ടിയാണ്, എന്റെ പ്രവാചകനാണ്, എന്റെ നബിയാണ്. അതുകൊണ്ട് ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം, ഒരു പ്രയാസവും ഇബ്രാഹിമിന് വരുത്തല്ല തീയേ. ബർദൻ വസലാമൻ, രക്ഷയുടെ തണുപ്പ് കൊടുക്കണേ തീയേ. വെറും തണുപ്പ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. വെറും തണുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ തണുത്തിട്ട് ഇബ്രാഹിം നബി വിറച്ചിട്ട് മരിച്ചുപോയേന്. പക്ഷേ ബർദൻ വസലാമൻ, രക്ഷയുടെ തണുപ്പ് കൊടുക്കേ. അവിടെ ചെന്ന് നോക്കുമ്പോ ആയത്ത് കേട്ടിട്ടില്ലേ? കുഞ്ഞാധാരം കേട്ടിട്ടുണ്ടോ? ആ ആയത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഇറക്കിയതാ. ഇവിടെ നോക്കണം, ഈ റഹ്ലത്ത് ബീവി തീയിന്റെ സമീപത്തേക്ക് ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സ്വർഗീയ ഭക്ഷണം, സ്വർഗീയ പാനീയം, സ്വർഗീയ വെള്ളം കുടിച്ചിട്ട് ഇബ്രാഹിം സെന്റർ മധ്യത്തിലെ തീച്ചുളയിൽ വാടാത്ത പുഷ്പം പോലെ ഇങ്ങനെ പുഞ്ചിരിച്ചിങ്ങനെ ഇരിക്കുമ്പോ റഹ്ലത്ത് ബീവി ചോദിച്ചു, ആരാണ് നിന്നെ രക്ഷപ്പെടുത്തിയത്? ആരാണ് നിന്നെ രക്ഷപ്പെടുത്തിയത്? ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞു, താനാകെ പടച്ചവനവനാണേ, പെണ്ണെ രക്ഷിച്ചതും നേരാണേ, അവനാണ് കുതിരത്തിനുടയോന്, അതല്ലാതെ നിന്റെ താതനല്ല. പൊന്നുമോളെ, എന്നെ പടച്ച, നിന്നെ പടച്ച ഈ പ്രപഞ്ച കഷ്ടം മുഴുവനായി പടച്ച ഏകനായ ഒരു അള്ളയുണ്ട്. അതുകൊണ്ട് നിന്റെ പിതാവല്ല പടച്ചവൻ. ചോദിച്ചു ഞാൻ അങ്ങോട്ട് വരട്ടെ, ഖേദിച്ചു കാര്യങ്ങൾ കെട്ടിയിടട്ടെ, വാദിച്ചു ജയിക്കുന്ന മോളാണ്. എന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ വാദിച്ചു ജയിക്കുന്ന ആളെ മോളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു വാദത്തിന് ഞാൻ തയ്യാറല്ല. കാരണം നിങ്ങളെ ഒരു അദൃശ്യ ശക്തി രക്ഷപ്പെടുത്തി എന്ന് എനിക്ക് വിശ്വാസമാണ്. ആരാണതെന്ന് ചോദിക്കുമ്പോൾ, പെൺമണിയെ തീരിയും അതുപോലെ ചെയ്തിടുന്നേ, ഭീതിപ്പെടുത്തുന്ന തീയതിലായി പീരിത പാദമായി മുന്നോട്ടായി. ഈ പൊണ്ണിനോട് പറഞ്ഞു, വിസ്മി ചൊല്ലിയിട്ട് സമാധാനത്തോടു കൂടി നിന്റെ പിതാവിന്റെ സമീപത്തേക്ക് പോയിക്കോ. ആ സമയത്ത് ഈ റഹ്ലത്ത് ബീവി പറഞ്ഞു, എന്നാൽ നിന്റെ ദീനിലേക്ക്, നിന്റെ ആ ഒരു ദീനിലേക്ക് എനിക്കൊരു പാസ്പോർട്ട് കൊണ്ടായി, എന്നാ ഞാൻ പോകാം, ഒരു സർട്ടിഫിക്കറ്റ് തന്നാ മതി. ആ സമയത്തോ ഇബ്രാഹിം നബി പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം നബിയുല്ലാഹ്. ആ പെണ്ണ് അവിടെ വെച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചിട്ട് വീണ്ടും ആ തീയിലൂടെ സിമ്പിൾ ആയിട്ട് കൂളായിട്ട് നമ്രൂദിന്റെ സമീപത്തേക്ക് ഇങ്ങനെ വരിക. ആ സമയത്ത് നമ്രൂദ് ഇങ്ങനെ അന്തംപെട്ട് നോക്കിപ്പണ്ടേ എങ്ങനെ രക്ഷപ്പെട്ടത്? ആ സമയത്ത് സ്വന്തം മകൾ റഹ്ലത്ത് ബീവി പറഞ്ഞു, പാരാകെ പഠിച്ചവനവനാണേ, പെണ്ണെ രക്ഷിച്ചതും നേരാണേ, അവനാണ് കുതിരത്തിൻ ഉടയോന്, അതല്ലാതെ എന്റെ താതനല്ല. പിതാവ്, നിങ്ങൾ പഠിച്ചവനല്ല. ഞാൻ പഠിച്ചവനല്ലടി. അല്ല, പഠിച്ചവനാണ്. എന്നെയും നിങ്ങളെയും തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിലിരിക്കുന്ന ഇബ്രാഹിം നബിയും പഠിച്ചത് പഠിച്ചവനാ അള്ളയാ. ഞാൻ ആ മതത്തിലേക്ക് പോയി പിതാവേ. ആ സമയത്ത് പട്ടാളക്കാരൊക്കെ പറഞ്ഞു, നമ്രൂദേ എന്താ ചെയ്യാ, എന്റെ മോള് പോലെ അത് വിശ്വസിക്കണില്ലല്ലോ. അപ്പൊ നമ്രൂദ് പറഞ്ഞു, ഇത് മാജിക്കാ, ഇബ്രാഹിമിന്റെ മാജിക്കാ. പൊട്ടം പറയുന്നോക്ക്, ഇത് മാജിക്കാണ്, ഒരിക്കലും ഇത് വിശ്വസിക്കാൻ പാടില്ല. വീണ്ടും റഹ്ലത്ത് ബീവി പറഞ്ഞു, അല്ല, മാജിക് അല്ല. നിങ്ങൾ ആ തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിലേക്കൊന്ന് ഞാൻ ചെന്ന് നോക്കുമ്പോ ഈ ചൂളയിൽ പാടാത്ത പുഷ്പം പോലെ, പനിനീര് പോലെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ ആനന്ദകരമായ എല്ലാ അവസ്ഥകളും ആസ്വദിച്ചുകൊണ്ട് ഇബ്രാഹിം ഇങ്ങനെ കഴിയുന്നുണ്ട് പിതാവേ. അതുകൊണ്ട് ഏകനായ അള്ളാഹുലേക്ക് നിങ്ങൾ മടങ്ങണേ. ഒരുക്കമല്ല. നിങ്ങൾ എന്നെ പടച്ചോൻ, എന്നെയും നിങ്ങളെയും പടച്ച് ഏകനായ അള്ളാഹ് നിങ്ങൾ അതിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് നമ്രൂദിന് മനസ്സിലായി, എന്റെ മകള് പോലും എന്നെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഈ പട്ടാളക്കാർ ഒന്നും എന്നെ ബഹുമാനിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോ പെട്ടെന്ന് നമ്രൂദ് ആജ്ഞ കൊടുത്ത്, കെട്ടിവലിക്കവളെ. അതാ ഒരു ബെഞ്ചിൽ മലർത്തി കിടത്താൻ പറഞ്ഞു. എന്തിനു വേണ്ടിട്ടാ? ആ പെണ്ണിനെ ഈർന്നു മുറിക്കാൻ പറഞ്ഞു. ഈ ദുനിയാവില് ഇവിടെ വെച്ചുകൊണ്ട് എത്ര വലിയ ശിക്ഷയാണെങ്കിലും കഠോരമായ ശിക്ഷ എന്റെ മകൾക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ മലർത്തിക്കൊണ്ട് കിടത്തുന്നേ, ദൂരദൂരവർക്കും കൊടുത്ത് രണ്ടാളും നിൽക്കുന്നേ. മരിക്കുന്ന മുന്നേ എനിക്ക് കാട്ട് സുവർഗത്തെ മന്നാനെ മാറ്റി മനസ്സ് ഈ കാണും വർഗത്തെ. അന്നേരം വന്നല്ലോ
കണ്ടോ ശരീരത്തെ തരുണിയെ ബെഞ്ച് പലർത്തിക്കൊണ്ട് കിടക്കുന്നേ തുരുതുരനാർപ്പും കൊടുത്ത് രണ്ടാളും നിൽക്കുന്നേ ഉരുവിടുന്നോളം ഷഹാദത്ത് കാലിമന്നേ ഇരുകേരം പൊന്തിച്ച് റബ്ബിനോട് ഉരക്കുന്നേ മരിക്കുന്ന മുന്നേ എനിക്ക് കാട്ട് സുവർഗത്തെ മന്നാനെ മാറ്റി മനസ്സ് ഈ കാണും വർഗത്തെ ആ പെണ്ണിനോട് ആജ്ഞ കൊടുത്തു. എന്തേ? ഒരുപാട് പട്ടാളക്കാരെ നമ്മളോട് ആജ്ഞ കൊടുത്തു. എന്റെ മകളാണെന്നുള്ള ഒരു സിമ്പതി ഒന്നും വേണ്ട, ആ വലിയ ബെഞ്ചിൽ എന്റെ മകളെ മലർത്തി കിടത്താൻ പറഞ്ഞു. ബീവി എന്ത് ചെയ്തു? വടിനെ മൃഗുരമായി കൊണ്ട് കഠോരമായ അടികൾ കൊടുത്ത് രണ്ടാളും നിൽക്കുന്നേ. നമ്രൂദ് രാജാവിന്റെ ആജ്ഞ പ്രകാരം രണ്ട് പട്ടാളക്കാരിൽ നിന്ന് ഒരുപാട് അടി കൊടുത്തു, ഇടി കൊടുത്തു, തൊഴി കൊടുത്തു. അവസാനം നോക്കാൻ നിങ്ങള് ആ ബെഞ്ചിൽ ഇങ്ങോട്ട് മലർത്തി കിടത്തിയിട്ട് നമ്രൂദ് രാജാവ് പറഞ്ഞു, ഇവിടെ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ കഠോരമായ ശിക്ഷ എന്റെ മകൾക്ക് കൊടുക്കണം. കാരണം എന്തെന്നറിയോ? എന്റെ മകൾ ഇനിയും ജീവിച്ചിരുന്നാൽ ഈ കണ്ട എല്ലാ പട്ടാളക്കാരും, മന്ത്രിമാരും, തോഴിമാരും, പരിവാരങ്ങളും ആ ഇബ്രാഹിമിൽ വിശ്വസിക്കും. അതുകൊണ്ട് എന്റെ മകളെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞ് തുരുതുരാളും കൊടുത്ത് രണ്ടാളും നിൽക്കുന്നേ. ഒരു വിടുന്നോളും ഷഹാദത്തെ കലിമ എന്നേ. ഒരു അടി കിട്ടുമ്പോഴും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം നബിയുള്ള അടിങ്ങനെ കിട്ടാൻ തുടങ്ങി. അപ്പോഴും 37 പറയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം നബിയുള്ള. എന്നിട്ടോ ഇരുകരം പൊന്തിച്ച് റബ്ബിനോട് ഇരക്കുന്നേ. ബെഞ്ചിൽ ഇങ്ങോട്ട് വലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആ സമയത്തോ ഈർച്ചവാളുകാര് വന്നു. പണ്ട് ഈർച്ച മരൊപ്പം മുറിയുന്ന കണ്ടിട്ടില്ലേ? രണ്ട് ആളുകള് അപ്പുറം ഇപ്പുറം നിന്ന് വാൾ അവരുടെ കഴുത്തിൽ ഇങ്ങോട്ട് വെച്ചു. ശ്രദ്ധിക്കണം, ഏറ്റവും വലിയ കഠോരമായ ശിക്ഷ എന്റെ മകള് റഅലത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഇരുകരം പൊന്തിച്ച് റബ്ബിനോടായിരിക്കുന്നേ. ആ സമയത്ത് രാജാതിരാജനായ അല്ലാഹുവിലേക്ക് തന്റെ രണ്ട് കൈകളും ഉയർത്തി, മരിക്കുന്ന മുമ്പേ എനിക്ക് കാട്ട് സുവർഗത്തെ മന്നാനെ മാറ്റ് മനസ്സി കാണും വർഗത്തെ. അല്ലാഹുവേ, എനിക്ക് മരിക്കുന്നതിന് ഭയമില്ല. പക്ഷേ മരിക്കുന്നതിന് മുമ്പായി നിന്റെ സുവലോക സ്വർഗത്തിലെ എന്നെ കണ്ണിനൊന്ന് കാണിക്കണേ അല്ലാഹ്. മരിക്കാൻ എനിക്ക് ഭയമല്ല അല്ലാഹുവേ, പക്ഷേ മരിക്കുന്നതിന് മുമ്പേ കാണും നിന്റെ സുവർഗത്തെ. ആ സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കയ്യൊന്ന് മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കപ്പിയുടെ നാദം മണ്ഡലകൃതമായ അടിവാരത്തിലൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയ ആരാമുണ്ടല്ലോ. ഏതൊരു പ്രവാചകനും ആഗ്രഹിച്ച സ്വർഗമാണ്, ഏതൊരു ഉമ്മത്തും ആഗ്രഹിക്കേണ്ട സ്വർഗമാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മത്തിന്റെ ഒരൊറ്റ പ്രാർത്ഥന, മരിക്കണേ എനിക്ക് പേടില്ല അല്ലാഹുവേ, ഇനി ജീവിക്കണമെന്ന് താല്പര്യമില്ല, പക്ഷെ മരിക്കുന്ന മുമ്പേ കാണു സുവർഗത്തെ, നിന്റെ സ്വർഗം എനിക്കൊന്ന് കാണിച്ചു കൊണ്ടറപ്പേ. അന്നേരം വന്നല്ലോ വാള രണ്ടാൾ ആ ഭാഗത്തെ ഈർന്ന് മുറിക്കാൻ കൽപ്പിച്ചു. കണ്ടോ ശരീരത്തെ? രാജാവ് ഒന്നും നോക്കണ്ട, അങ്ങോട്ട് മുറിച്ചോളി പറഞ്ഞു. ആ സമയത്തോ വാളുകൊണ്ട് അപ്പുറം നിന്നിട്ട് കഴുത്തിൽ ഇങ്ങോട്ട് വെച്ചു. ശ്രദ്ധിക്കണം, കഴുത്തിൽ വെച്ചിട്ടോ മരം മുറിക്കുന്ന കണ്ടിട്ടില്ലേ? കാരണം മറ്റൊക്കെ അറിയാം ഇല്ലേ? മരം മുറിക്കൂലേ? മരം ഇങ്ങനെ സെന്ററിൽ വെച്ചിട്ട് മുറിക്കണത് ഒരാളപ്പുറത്ത് ഒരാളപ്പുറത്ത്. എന്റെ വാളവിടെ വെച്ചിട്ട് കറക്റ്റ് ആ പോയിന്റിൽ വെച്ചിട്ട് ഒരാളിങ്ങോട്ട് വലിക്കും. അപ്പൊ മറ്റാള് ആണ് മുറി അല്ലേ? കണ്ടിട്ടില്ലേ? എന്താ മുറിഞ്ഞത്? എവിടെ മരം മുറിഞ്ഞത്? ഇവിടെ മൈക്കേ മുറിഞ്ഞത് അല്ലേ? ശരിക്കും മുറിഞ്ഞോ മരം? പാവം മരല്ലേ, ശരിക്കും മുറിഞ്ഞില്ല. എന്നതുപോലെ ഈ റഹ്മത്ത് ബീവിയെ ഈർന്ന് മുറിക്കാൻ വരുമ്പോ ഇങ്ങനെ മരിക്കുന്ന മുമ്പേ മിക്ക കാട്ട് സുവർഗത്തെ മന്നാനെ മാറ്റി മനസ്സ് കാണും ഈ വർഗത്തെ
അല്ലാഹുവേ മരിക്കുന്നതിൽ എനിക്ക് ഭയമില്ല, പക്ഷേ മരിക്കുന്നതിന് മുമ്പായി നിന്റെ സുഖലോക സ്വർഗം എനിക്ക് കാണിക്കണേ അല്ലാ. മറ്റൊന്നുമല്ല മന്നാനെ, മാറ്റി മറിച്ച് കാണും ഈ വർഗത്തെ. എന്റെ പിതാവിന്റെയും ഈ പട്ടാളക്കാരുടെയും മനസ്സ് നീ ഒന്ന് മാറ്റണേ അല്ലാ. ആ സമയത്തോ ഈ പെണ്ണിന്റെ പ്രാർത്ഥന കേൾക്കേണ്ട താമസം, വാളുകൊണ്ട് മുറിക്കാൻ വേണ്ടി ഓടേണ്ട താമസം, പെട്ടെന്നൊരു കാറ്റ്, ഒരു കാറ്റ് കൊണ്ട് വന്നിട്ട് ഈർന്ന് മുൽക്കണ പോലെ വായുവിനെ ഇങ്ങോട്ട് നിർത്തി. രണ്ടുപേരും ഇങ്ങനെ വായുവിനെ ഇങ്ങനെ ഈർന്ന് മുൽക്കാൻ തുടങ്ങി. പെണ്ണിന്റെ ശരീരത്തിൽ നിന്നൊക്കെ വിട്ടിട്ടുണ്ട്. എന്നിട്ടോ ആ കാറ്റ് വീണ്ടും ആ പെണ്ണിന് ഒരൊറ്റ പൊക്കല പൊക്കി കൊണ്ടുപോയി. എങ്ങടെ കൊണ്ടുപോയത് പെണ്ണിനെ? എങ്ങടെ കൊണ്ടുപോയത്? കാറ്റ് ആ പെണ്ണിനെ കാഫ് മലയിൽ കൊണ്ടുപോയി വെച്ചു. ശ്രദ്ധിക്കണം, കേട്ടിക്കണം. ഒരു പാട്ടില്ലേ, എങ്ങനെ ഒരു പാട്ട്? ആ നമ്മുടെ സദപുത്രന്റെ കാരണ പാട്ട് പാടി. എന്താ പാട്ട്? നമുക്ക് ആർക്കും ആ പാട്ട് പാടാൻ മതി. എന്തോ എനിക്കറിയാം, നന്നായിട്ട് തിന്നാൻ അറിയാമോ? കേട്ടിട്ടുണ്ട്? നിങ്ങൾ കേട്ടിട്ടില്ലേ? കാപ്പുമല കണ്ട പൂങ്കാറ്റേ കാരക്ക് നീ കൊണ്ട് വന്നാട്ടെ, പിന്നെ കാരക്ക് കായ്ക്കുന്ന നാടിന്റെ അതും കിസ്സ പറഞ്ഞാട്ടെ. നമ്മൾ ഏതാ മലയാണ് എഴുതിയിട്ടുള്ളത്? കാഫുമല എന്ന് പറയുന്ന മല ഷാം എന്ന നാടിന്റെ പ്രദേശത്ത്. ഈ കാഫ് മലയിൽ കൊണ്ടുപോയിട്ട് ഈ റഗ്ലത്ത് ബീവിയെ കാറ്റ് കൊണ്ടുപോയി അവിടെ അങ്ങോട്ട് വെച്ചു. അവിടെ വെച്ചിട്ട് അള്ളാഹ് സുജൂദ് ചെയ്ത് അവിടെ വെച്ച് മരണപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണാം. എന്നിട്ടോ ഇപ്പോഴും ഇബ്രാഹിം നബി ആ തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിൽ തന്നെ ഇരിക്കല്ലേ. നമ്രൂദിനാകെ ബേജാറായി. ആ സമയത്ത് ജിബ്രീൽ എന്ന മാലാഖ ഇബ്രാഹിം നബിയുടെ സമീപത്തേക്ക് വന്നിട്ട് പറഞ്ഞു, വന്നവിടെ ഓതി ജിബ്രീൽ പൊന്നനബിയെ റബ്ബുരക്കുന്നു, ഇന്നിവിടെ നിന്നും വേഗം നാടതും വിട്ടിടണേ. കണ്ടിടുമേ നല്ലൊരു ശ്യാമ, എത്തിടു നിങ്ങൾ അവിടെയും ക്ഷാമ, കെട്ടിടണേ എന്തൊരു പുതുമ, കണ്ടിടുവാ പൂമാ. വന്നവിടെ ഓതി ജിബ്രീൽ പൊന്നു നബിയെ റബ്ബുരക്കുന്നേ, ഇന്നിവിടെ നിന്നുമേ വേഗം നടതും വിട്ടിടണേ. തീക്കുണ്ടാരത്തിലെ നിന്ന് കേറിയവർ തൻ വീട്ടിന് ചെന്ന് അമ്മോടെ ഉമ്മയെ വാരിയ ദച്ചിനോതുന്നേ. പോകട്ടെ ഈ മകനുമ്മ ഉണ്ട് കരളിൽ ഏറെയും അമ്മ, എന്നാരും റബ്ബ് ഉരത്തത മാപ്പ് തരൂ കനിയേ. വന്നവിടെ ഓതി ജിബ്രീൽ പൊന്നു നബിയെ റബ്ബുരക്കുന്നേ, ഇന്നിവിടെ ഇന്നുമേ വേഗം നടതും വിട്ടിടണേ. ആ തീക്കുണ്ടാരത്തെ മധ്യത്തിൽ ഇബ്രാഹിം നബി ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോ അതാ ജിബ്രീൽ എന്ന മാലാഖ ഇബ്രാഹിം നബിയുടെ സമീപത്ത് വന്നു പറഞ്ഞു, വന്നവിടെ ഓതി ജിബ്രീൽ പൊന്നു നബിയെ റബ്ബുരക്കുന്നു, നിന്നുമേ നാടതും വിട്ടിടണേ. ശ്രദ്ധിക്കണം, ജിബ്രീൽ എന്ന മാലാഖ ഇബ്രാഹിം നബിയുടെ സമീപത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇനി ഈ ഭാഗത്തെ ഇസ്ലാമിക പ്രബോധനം മതി, അള്ളാന്റെ കൽപ്പനയുണ്ട് ഇവിടുന്ന് പോവാൻ. അള്ളാന്റെ കൽപ്പനയുണ്ട്, ഇവിടുന്ന് പോകാൻ അള്ളാന്റെ കൽപ്പനയുണ്ട് എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് പുഞ്ചിരി തൂകിയിട്ട് ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് കേറിയവൻ തൻ വീട്ടിൽ ചെന്ന് അമ്മോടെ ഉമ്മയെ വാരി അണച്ചത ഓതുന്നേ. തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിൽ നിന്ന് കേറി വന്നിട്ട് നമ്രൂദിനെ പിന്നെ മെയിൻ ചെയ്തില്ല. കാരണം എന്തേ? ജിബ്രീൽ എന്ന മാലാഖ വന്നിട്ട് പറഞ്ഞതെന്ത്? നമ്രൂദിനെ നിങ്ങൾ നോക്കണ്ട നബിയെ, അള്ളാന്റെ കൽപ്പനയുണ്ട് ശ്യാം എന്ന നാട്ടിൽ നിന്ന് പോകാൻ. അമ്മോടെ ഉമ്മയെ വാരി അണച്ചത് ഓതുന്നേ. നേരെ വന്നത് തന്റെ ഉമ്മയുടെ അടുത്തേക്കാ. ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് പോറ്റി വളർത്തിയ ഉമ്മ, ഗുഹാമുഖത്തിട്ടിട്ട് പോലും സങ്കടത്തിൽ അലതല്ലി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പോറ്റി വളർത്തിയ ഉമ്മയോട് വന്നിട്ട് പറഞ്ഞു, പോകട്ടെ ഈ മകനുമ്മ ഉണ്ട് കരളിൽ ഏറെയും
അമ്മ എല്ലാതും റബ്ബുരത്തര മാപ്പ് തരൂ കനിയേ. അള്ളാന്റെ കൽപ്പന കൊണ്ട് ഉമ്മ, അതുകൊണ്ട് ഞാൻ നിങ്ങളെയും പിതാവിനെയും ഈ നാടെല്ലാം വിട്ടുപോവുകയാണ്. അവിടുന്ന് ഉമ്മയോട് യാത്ര പറഞ്ഞു, പിതാവ് ആസറിനോട് യാത്ര പറഞ്ഞു. ആ സമയത്ത് ഇബ്രാഹിം നബി പോകാനിരിക്കുന്ന വേളയെ ആസർ തന്റെ കുട്ടിയെ സമീപത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോനെ, നിന്നിൽ ഒരു സത്യമുണ്ട്, നീ വിശ്വസിക്കുന്ന അതാ അള്ളാഹു എന്ന ഏകനായ ദൈവത്തെ ഞാനും എന്റെ ഉമ്മയും വിശ്വസിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം നബിയുല്ലാഹ്. ആസറും ഇബ്രാഹിം നബിയുടെ ഉമ്മയും ഒക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു. അതിനുശേഷം അള്ളാന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ എന്ന മാലാഖയുടെ ആജ്ഞപ്രകാരം ഇബ്രാഹിം നബി നടക്കാൻ തുടങ്ങി. ഇങ്ങോട്ടോ നടന്ന് എവിടെ ചെന്ന നാടിൻ പേര് ഹീറാൻ എന്നതാണേ, അവിടെ നല്ല ഭരണത്തിൽ രാജൻ വാഴലാണേ. പ്രജകളുടെ കാര്യമെല്ലാം നോക്കിടുന്നേ, നല്ല തഖ്വയുടെ നിറകൂടമാ കേൾക്കുവന്നേ. സങ്കടപ്പുഴയിൽ എന്നും മിന്നിടുന്നേ രാവി, വന്നവരും വരികളെ ഇരുത്തിടുന്നേ. റാണി പെറ്റതും മോരുക്കു നന്ദ തന്നെ, പിന്നെ ഇല്ല മക്കളും കഥയെ കണ്ടിടുന്നേ. ചെന്ന നാടിൻ പേര് ഹീറ എന്നതാണേ, അവിടെ നല്ല ഭരണത്തിൽ രാജൻ വാഴലാണേ. പ്രജകളുടെ കാര്യമെല്ലാം നോക്കിടുന്നേ, അവരും തഖ്വയുടെ നിറ ഗുണമാ കേൾക്കുവന്നേ. ആശയേറെ ബേത്തുമോളെ പെറ്റിടുന്നേ നാശ, പിന്നിഹത്തിനെയും അമ്മ കൊതിച്ചിടുന്നേ. ചിന്നനാടിൻ പേര് ഹീറാൻ എന്നതാണേ, അവിടെ നല്ല ഭരണത്തിൽ രാജൻ വാഴലാണേ. തന്റെ ഉമ്മയോടും പിതാവിനോടും യാത്ര പറഞ്ഞിട്ട് അതാ ഇബ്രാഹിം നബി നടക്കാൻ തുടങ്ങി. കിലോമീറ്ററുകൾ ഒരു പാണ്ടം കെട്ടും വെട്ടിക്കൊണ്ട് ഇങ്ങനെ നടന്നു വർഷങ്ങളോളം അങ്ങനെ നടന്നു. മുടിയൊക്കെ നീട്ടി വളർത്തി പെട്ടെന്ന് കണ്ടാൽ ഒരു ഭ്രാന്തനെ പോലെ തോന്നിക്കുന്ന രൂപായിട്ടുണ്ട്. കാരണം എന്തേ? അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസത്തിൽ തക്ബീറിന്റെ ധ്വനികൾ അന്തരീക്ഷത്തിൽ മുഖരിതമാക്കി അള്ളാഹു എന്ന ചിന്തയുമായി കൊണ്ട് ഇബ്രാഹിം നബി ഇങ്ങനെ നടക്കുക. എന്നിട്ടോ ചെന്ന നാടിൻ പേര് ഹീറാൻ എന്നതാണ്. അവസാനം എത്തിപ്പെട്ട പ്രദേശം ഹീറാൻ എന്ന് പറയുന്ന പ്രദേശം. അവിടെയോ നല്ല ഭരണത്തിൽ രാജൻ വാഴലാണ്. നമ്രൂദ് രാജാവിന്റെ ഭരണം പോലെയല്ല, അവിടെ ഉള്ളതാണ് നാഹൂർ രാജാവിന്റെ ഭരണപ്രദേശം. ശ്രദ്ധിക്കണം, കഥ ശ്രദ്ധിക്കണം. ഈ നാഹൂർ രാജാവിന്റെ ഭരണപ്രദേശത്ത് ഇബ്രാഹിം നബി എത്തിപ്പെട്ടു. ഈ നാഹൂർ രാജാവിന്റെ ഭരണോ പ്രജകളുടെ കാര്യമെല്ലാം നോക്കിടുമേ, നല്ല തഖ്വയുടെ നിറകുടമാം കേൾക്കുന്നേ. അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസത്തിൽ ഇബാദത്ത് ചെയ്ത് ദിക്ർ ചൊല്ലിക്കൊണ്ട് പ്രജകളുടെ കാര്യത്തിലൊക്കെ വളരെ താല്പര്യമുള്ള സുന്ദരനായ രാജാവാണ്. പക്ഷെ മനസ്സിൽ വല്ലാണ്ടൊരു സങ്കടം ഇങ്ങനെ അലതല്ലി വരുന്നുണ്ട്. എന്തേ? സങ്കടപ്പുഴയിലെന്നും വന്നതും വാരികളിടുന്നേ. എല്ലാ കാര്യം കൊണ്ടും മൂപ്പര് ഹൈറ സന്തോഷാണ്. പക്ഷെ ചെറിയൊരു കാര്യം കൊണ്ട് മൂപ്പര് വലിയൊരു സങ്കടത്തില്ല. കാരണം എന്തേ? റാബി പെറ്റതും ഒരു കൂടന്ത തന്നെ, പിന്നെ ഇല്ല മക്കളും കഥയിൽ കണ്ടിടുന്നേ. നാഹൂർ രാജാവിന് ഒരൊറ്റ മകളാണത്, നല്ലൊരു പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടി. ശ്രദ്ധിക്കണം, നല്ല സുന്ദരിയായ ഒരു മകളുണ്ട്, പിന്നെ ഒരു കുട്ടി പോലും ഉണ്ടായിട്ടില്ല. ഒരൊറ്റ പെൺകുട്ടിയാണുള്ളത്. ആ പെൺകുട്ടിയെ ആലോചിച്ചിട്ടാ ബേജാറ്. കാരണം എന്തേ? പിന്നെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. ഈ കുട്ടി ജനിച്ചപ്പോ തന്നെ കുട്ടിയുടെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി വളരെ ലാളിച്ച് ഓമനിച്ചിട്ടായി കുട്ടിയെ പോറ്റി വളർത്തിയത്. പക്ഷേ ആശയേറെ മോളെ പോറ്റിടുന്നേയും അവർ കൊതിച്ചിടുന്നേ. പെണ്ണിന് ഏകദേശം ഒരു 17-18 വയസ്സായിട്ടുണ്ട്. പക്ഷെ ഏതൊരു കല്യാണം വന്നാലും 37 എനിക്ക് വേണ്ട പറയും.
രാജാക്കന്മാർ വരുന്നു, മന്ത്രിമാര് വരുന്നു, നല്ല ഉയർന്ന ആളുകളൊക്കെ കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ പെണ്ണിന് പറ്റണില്ല, ഒരൊറ്റ പുതിയാപ്പളി പറ്റണില്ല. അപ്പൊ നാവൂർ രാജാവിനും വല്ലാത്ത സങ്കടമായി. കാരണം എന്തേ, ഞാനെങ്ങനെ മരണപ്പെട്ടു പോയി കൊട്ടാരവാസി ആകെ അനാഥയായി പോകുമല്ലോ. അതുകൊണ്ട് ഈ പെണ്ണൊരു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന കുട്ടികളെ ഈ കൊട്ടാരത്തിൽ വാഴിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് അവസാനം കുട്ടിയോട് എതിർത്തി വെച്ചു, പെണ്ണേ ഒരുപാട് കല്യാണങ്ങൾ വരുന്നുണ്ട്, സമ്മതിക്കണില്ലല്ലോ, അതോ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ, ഒന്ന് തുറന്നു പറ. ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, പിതാവേ എന്റെ മനസ്സിൽ നിങ്ങളും അന്നല്ലാതെ വേറെ ആരുമില്ല. ഇനി ബൈ ചാൻസ് എന്നോട് ആരെങ്കിലും സാധാ ഐ ലവ് യു എന്ന് പറഞ്ഞ പോലെ ഉണ്ടാവൂല, വെറുതെ. ആ അപ്പൊ മൂപ്പത്തേരെന്തേ, മോശപ്പെട്ട പെണ്ണ അല്ല, സുന്ദരിയാണോ, സുമുഖിയാണോ, ഏതാണ് ആ പെണ്ണ്? ആ പെണ്ണിനെ കുറിച്ച് ചരിത്രം പറഞ്ഞേ, ലാഹോർ രാജന്റെ പൊന്നുമോളി ഇസ്മാവൾക്കുള്ളത് സാറായെന്നേ, നാടിനും നാട്ടാർക്കും പൂവാണല്ലോ, താതന്റെ കണ്ണീലെ ഉണ്ണിയല്ലോ. സുനരത്തൊപ്പിൽ വിരിഞ്ഞു നിൽക്കും നല്ല സുമമാണ് പൊന്നു ബീവി, സൗന്ദര്യത്തൊപ്പിൽ വിരിഞ്ഞു നിൽക്കും നല്ല സുമമാണ് പൊന്നു ബീവി, കാർക്കൂന്തൽ വണ്ടി ചിറകൊത്തതാ കമനീയമായി ഇടതുന്നതാ, കാർക്കൂന്തൽ വണ്ടി ചിറകൊത്തതാ കമനീയമായി ഇടതുന്നതാ, ലാഹോർ രാജന്റെ പൊന്നുമോളെ ഇസ്മാവൾ ഉള്ളത് സാറായെന്നെ, നാടിനും നാട്ടാർക്കും പൂവാണല്ലോ, താതന്റെ കണ്ണിലെ ഉണ്ണിയല്ലോ. ഒരു കോങ്കണ്ണിയോ അല്ലെങ്കിൽ വിരൂപിയോ ഒന്നും അല്ല. ആര്? ലാഹോർ രാജാവിന്റെ പൊന്നുമോള് സാറാ ബീവി, നല്ല സുന്ദരിയാ, നാടിനും നാട്ടാർക്കും പൂവാണല്ലോ. സാറാ ബീവിയോട് എല്ലാവർക്കും പ്രത്യേക ഒരു മമതയാ, കാരണം ഉമ്മയില്ലാത്ത പെണ്ണല്ലേ, അനാഥയായി വാഴില്ല. മാത്രമല്ല സൗന്ദര്യത്തൊപ്പിൽ വിരിഞ്ഞു നിൽക്കും നല്ല സുമമാടി പൊന്നു ബീവി. ഏതൊരു പുരുഷാരെ കണ്ടാലും, ഒരു മന്ത്രി കണ്ടാലും, പട്ടാളക്കാർ കണ്ടാലും, പരിവാരങ്ങൾ കണ്ടാലും വളരെ ഇഷ്ക മുഹബത്ത് സ്നേഹം തോന്നുന്ന പെണ്ണ്, നല്ല സുന്ദരിയായ പെണ്ണ സാറാ ബീവി. കാർക്കൂന്തൽ വണ്ടി ചിറകൊത്തതാ കമനീയമായി ഇടതൂർന്നതാ, ചെന്താമര സുമത്തിന്റെ തണ്ട് പോലെ നളർക്കാം സാറാന്റെ ചുണ്ട്. ചെന്താമര എന്ന് പറയുന്ന ഒരു താമര ഉണ്ട്, അതിന്റെ തണ്ടിൽ വളരെ വളരെ ചുവപ്പ് നിറമാണ്. കണ്ടിട്ടുണ്ടോ ചെന്താമര? കണ്ടിട്ടുണ്ടോ? അനി കാണാത്തവര് കാണാൻ പോകുന്നു വേണ്ട. അതിന്റെ തണ്ട് പോലെയാണ് സാറാന്റെ ചുണ്ട്. അത് പറയുകയാണ് ഇങ്ങനെ, ചെന്താമര സുമത്തിന്റെ തണ്ട് പോലെ നടക്കാം അവളെ ചുണ്ട്. അത് സാറാ ബീവിക്ക് മാത്രമല്ല, ഞങ്ങളീ ചുണ്ട് ചോപ്പ് തന്നെയാണ്. അത് പടച്ച പൊട്ട ചോപ്പല്ല, അത് ലിപ്സ്റ്റിക് പറഞ്ഞൊരു സാധനം ഫാൻസി കടയിൽ വന്നിട്ടുണ്ട്, അതും കിട്ടിട്ട് കണ്ണാടം വരുമ്പോൾ അങ്ങോട്ട് രേഖല എന്നിട്ടോ. ആ പെണ്ണ് പിന്നെ സംസാരിക്കാൻ നിൽക്കൂല, സംസാരിച്ചാലോ ഫുള്ള് കള്ളി വിളിച്ചിട്ടാവും. അതുകൊണ്ട് മുണ്ടാതെ നടക്കല പറ്റുന്നത്. ഇവിടെ അങ്ങനെയല്ല, അള്ള കൊടുത്ത ചുവപ്പ് പവിഴം പിളർത്തിയ ഹാല് തന്നെ പതിമണിക്കൊണ്ട് മാലുകളെന്നേ. ഒരുപാട് സ്വർണ്ണങ്ങളുണ്ട്, ഒരുപാട് സൗകര്യത്തോടു കൂടിയാണ് സാറാ ബീവി വാഴുന്നത്. പക്ഷേ സാറാ ബീവിക്ക് പറ്റിയ ഒരൊറ്റ പുതിയാപ്പണി കൊട്ടാരത്തേക്ക് വന്നിട്ടില്ല. അവസാനം ലാഹോർ രാജാവ് ചെന്ന് ചോദിച്ചു, സാറാ ഒരുപാട് കാലമായി എന്റെ വിവാഹം കാണാൻ ഞാൻ പോയിട്ടുണ്ട്, എന്താണ് എന്റെ മനസ്സിൽ ചെന്ന് തുറന്നു പറ. ആ സമയത്ത് സാറാ ബീവി പറഞ്ഞു, പിതാവേ എനിക്ക് പറ്റിയ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ പോലും ഞാൻ ഈ ഹീറാൻ പ്രദേശത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഞാൻ എവിടേക്കാ സാറാ പോവുക, ആണന്വേഷിച്ചിട്ട്. അപ്പൊ സാറാ ബീവി ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു, ഈ കൊട്ടാരത്തിൽ വെച്ചിട്ട് നല്ലൊരു സദ്യങ്ങൾ ഉണ്ടാക്കുക, വലിയൊരു സദ്യ ഉണ്ടാക്കുക. ഞാൻ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ആ സദ്യ ഇങ്ങനെ കഴിക്കുന്നവരെ വീക്ഷിക്കും. ആണുങ്ങൾക്ക് മാത്രം സദ്യ കൊടുത്താൽ മതി. നിങ്ങൾ എല്ലാട്ടില്ലേ, നിങ്ങൾ അർത്ഥം നിന്നോളി, നിങ്ങൾ നോമ്പ് വെച്ചോളി, നിങ്ങൾ വന്നോളൂ, എല്ലാവരും വന്നോളി. ആണുങ്ങൾ മാത്രം കൊട്ടാരത്തേക്ക് വരിക, പെണ്ണുങ്ങൾ ഒരൊറ്റൊന്നു പോലും കൊട്ടാരത്തേക്ക് വരേണ്ട പിതാവേ. ആണുങ്ങൾ മുഴുവനും സദ്യ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിന് താഴേക്ക് നോക്കും. എനിക്ക് പറ്റിയ പുതിയാപ്പളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, സെലക്ട് ചെയ്യാം. അപ്പൊ ലാഹോർ രാജാവിന് വല്ലാത്തൊരു സന്തോഷം, എല്ലാ പ്രജകൾക്കുള്ള ഭാഗത്ത് ഭക്ഷണം കൊടുക്കാറായല്ലോ. അങ്ങനെ എന്ത് ചെയ്തു? ആദ്യകാലത്തൊക്കെ പ്രജകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു തോൽപാത്രം എടുത്തിട്ട് ദേശക്കാരറിയാൻ ലാഹോർ രാജാവിന്റെ കൊട്ടാരത്തിൽ നാളെ നല്ല സദ്യ ഉണ്ട്, ആണുങ്ങൾ വരണം, പെണ്ണുങ്ങൾ വരണ്ട, പെണ്ണുങ്ങൾ വരണ്ട, ആണുങ്ങൾ മാത്രം വന്നാൽ മതി.
പിറ്റേ ദിവസം നല്ല ഭക്ഷണം നാഹൂർ രാജാവ് കൊടുക്കാന്ന് മനസ്സിലാക്കി പുരുഷാനങ്ങൾ ഒന്നായിട്ട് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. എല്ലാ പുരുഷന്മാരും ആ ഹിറാൻ എന്ന് പറയുന്ന പ്രദേശത്തെ എല്ലാ ചെറുപ്പക്കാരും നാഹൂർ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. സാറാ ബീവിയും തോഴിമാരും മോളിൽ നിന്ന് ഇങ്ങനെ നോക്കാം. സാറാ ആര് ചെറുപ്പക്കാരൻ പറ്റിയ അതിനെ പറ്റും, അപ്പുറത്തൊക്കെ ആരും പറ്റണില്ല. ഒരു പന്തി കഴിഞ്ഞു, അടുത്ത ആളുകൾ വന്നു. സാറാ ബീവി നോക്കി, പറ്റിയില്ല. പക്ഷേ അതാ ഇബ്രാഹിം നബി ഉണ്ടല്ലോ, ഇറാൻ എന്ന പ്രദേശത്തൂടെ പാണ്ടക്കെട്ടവും പേരിക്കൊണ്ട് അള്ളാന്റെ കൽപ്പന പ്രകാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ കുറച്ച് പട്ടാളക്കാര് ഇബ്രാഹിം നബിയെ കണ്ടിട്ട് പറഞ്ഞു, ഏയ് എങ്ങിട്ടാ പോണത്? പറഞ്ഞു എങ്ങിട്ടാന്ന് അറിയില്ല, അള്ളാന്റെ കൽപ്പന ഉണ്ട്, ഞാൻ അങ്ങനെ പോവാന്ന് പറഞ്ഞു. എന്നാലേ ഇത് രാജാവിന്റെ കൊട്ടാരത്തിൽ നല്ല ഭക്ഷണം നടക്കുന്നുണ്ട്, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോ. അപ്പൊ ഇബ്രാഹിം നബി എനിക്ക് വേണ്ടായിരുന്നു. ഭക്ഷണം വേണ്ട, എനിക്ക് വേണ്ട, തല വേണമെന്നുണ്ട്. ഇവിടെ ഒരു ആട് പോലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടില്ല, രാജാവിന്റെ ഓർഡർ. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അതാ നാഹൂർ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കയറി വരിക. നാഹൂർ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. അതാ ഒരു തൂണിന്റെ മറവിൽ ഇബ്രാഹിം നബി ഇങ്ങനെ മറഞ്ഞിങ്ങനെ നിൽക്കുക, ഭക്ഷണം കഴിക്കാൻ നിൽക്കണില്ല. അപ്പൊ രാജാവ് പറഞ്ഞു, എന്തേ ആ മൂപ്പൻ ഇങ്ങനെ നിൽക്കുന്നത്, ഭക്ഷണം കൊടുത്തേ, ഭക്ഷണം കൊടുത്തു. ഇബ്രാഹിം നബി ഒന്ന് ഭക്ഷണം കഴിച്ചു. ഇതെല്ലാം ആര് കാണുന്നുണ്ട്? സാറാ ബീവി എല്ലാം ഇങ്ങനെ മുകളിൽ നിന്ന് കണ്ടിട്ട് പെട്ടെന്ന് പറഞ്ഞു, മാരനായി തീർക്കണം ആ കാണും പുരുഷനെ, ഓടുന്നു മുഞ്ചത്തി മാനസം പൊട്ടി പിളർന്നല്ലോ രാജന്, എന്ത് ഇവളൂത്തി. സാറാ ബീവി മോളെന്ന് പറഞ്ഞു, പിതാവേ ഇനി ഭക്ഷണ പരിപാടി നിർത്തിക്കളി. എന്തേ? ഭക്ഷണം കഴിഞ്ഞിട്ടില്ല, എനിക്ക് പറ്റിയ പുതിയാപ്പളം ഞാൻ കണ്ടിട്ടുണ്ട്. നാഹൂർ രാജാവിനും വല്ലാതെ സന്തോഷമായി. കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലേക്ക് ഓടി വന്നിട്ട് നാഹൂർ രാജാവ് ചോദിച്ചു, പെണ്ണേ ഏതാണ് ആ ഭാഗ്യവാൻ? ആ സമയത്ത് പറഞ്ഞു, പിതാവേ വാണിച്ച് പറ്റിക്കണ്. അപ്പൊ നാഹൂർ രാജാവ് ചോദിച്ചു, ഏതാ നല്ല സുന്ദരനായ? അതല്ല തൊട്ടുപ്പുറത്തെ. ഏത് നാഹൂർ രാജാവിന് ദേഷ്യം വന്നു. ഏത് ആ കണ്ടാൽ ഭ്രാന്തനെ പോലെ തോന്നിക്കുന്ന പാണ്ടക്കെട്ട് പേര് ഞാൻ മനുഷ്യനെ നിനക്ക് ഇഷ്ടപ്പെട്ടത്? ആ സമയത്ത് പിതാവിനോട് പറഞ്ഞു, പിതാവേ നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നിട്ടില്ലേ? ഏതൊരു ചെറുപ്പക്കാരനെയാണോ കാണിച്ചു തരുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ലാഹുവാണേ സത്യം, ആ ചെറുപ്പക്കാരനെ അല്ലാതെ ആരെയും ഞാൻ വിവാഹം കഴിക്കൂല. നാഹൂർ രാജാവിനും വല്ലാത്ത ബേജാറായി. വിശാലമായ ചരിത്രം ഞാൻ പെട്ടെന്ന് ഷോട്ടാക്ക്. അവസാനം അള്ളാന്റെ കൽപ്പന പ്രകാരം സാറാ ബീവിയെ അവിടുന്ന് ഇബ്രാഹിം നബി കല്യാണം കഴിച്ചു, സുന്ദരമായി കല്യാണം കഴിച്ചു. അവിടുന്ന് വീണ്ടും ജിബ്രീൽ എന്ന മാലാഖ വന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, വിശാലമായ ചരിത്രമാണ്. അങ്ങനെ വീണ്ടും നമ്രൂദിന്റെ അടുത്ത് വന്നു. വീണ്ടും നമ്രൂദിനോട് പറഞ്ഞു, നീ വിശ്വസിക്കുന്ന എന്നുള്ള ദേവതകളല്ല, നീ പടച്ചവനല്ല എന്ന് വീണ്ടും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ആജ്ഞ കൊടുത്തപ്പോഴും നമ്രൂദ് പറഞ്ഞു, ഇബ്രാഹിമേ നിന്നെ കൊണ്ട് എന്നെ അവസാനിപ്പിക്കാൻ പറ്റൂല, എന്നെ അവസാനിപ്പിക്കാൻ നീ എന്നല്ല ആര് വിചാരിച്ചാലും നടക്കൂല എന്ന് നമ്രൂദ് പറഞ്ഞപ്പോ രാജനായ അള്ളാഹുലേക്ക് തന്റെ ഇരു കൈകളും ഉയർത്തിയിട്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നു, അല്ലാ നിന്റെ കഴിവിവിടെ തെളിയിച്ചു കൊടുക്കണേ. AK-47 അല്ല, കുറെ കൊതുകുകളെ കടിക്കണം, കുറെ കൊതുകുകളെ അള്ളാഹു വാനലോകത്ത് ഇങ്ങോട്ട് പറഞ്ഞയച്ചു. എന്നിട്ടോ നമ്രൂദിന്റെ മൂക്കിൽ ഒരൊറ്റ കേരള ഒരു കൊതുക് അങ്ങോട്ട് കയറി എന്ന് മാത്രമല്ല 70ഓളം ദിവസം ആ കൊതുകിന്റെ കടിയേറ്റുകൊണ്ട് പിടഞ്ഞ് ആ ഭൂമിയിൽ വെച്ച് അവൻ ചത്തുപൊങ്ങി. അവൻ എന്തേ പറഞ്ഞത്? അലറബുക, ഞാനാണ് ദൈവം, എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാത്ത എല്ലാവരെയും കൊന്നെടുക്കണമെന്ന് നമ്രൂദ് പറഞ്ഞപ്പോഴും അഹങ്കാരം കൊണ്ടവൻ വീണ്ടും പറഞ്ഞു, അലറബുക, ഞാനാണ് ദൈവം, ഞാനാണ് പടച്ചവൻ, എന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് എത്രയോ പാപങ്ങളെ അവൻ കൊന്നൊടുക്കിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹ് അവനെ ഒടുക്കിയത് എന്താ? ഒരൊറ്റ കൊതുക് കൊണ്ടാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു വിചാരിച്ചാൽ ഒരു കൊതുക് കൊണ്ടോ ഒരു പാറ്റ കൊണ്ടോ ഒരു പാമ്പ് കൊണ്ടോ നമ്മൾ അവസാനിച്ചേക്കാം. അള്ളാഹു നമുക്കൊക്കെ മരണം റാഹത്തിലും സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടുകൂടി ഈ വാടാത്ത പുഷ്പം എന്ന വിഷയത്തിന് ഞാൻ ഇവിടെ പരിസമാപ്തി കുറിക്കുകയും അവസാനിക്കുകയും